ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഹോങ്കോങ് ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഫ്യൂരിയസ് എന്ന് പറഞ്ഞ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു തിയേറ്ററിൽ ഈ മൂവി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ വന്നില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെ പോയിട്ട് മറ്റൊരു തിയേറ്ററിലാണ് ഞാൻ ഈ ഒരു മൂവി കണ്ടത്. പക്ഷേ വെറുതെ പറയല്ല, അത്രയും ദൂരം പോയി കണ്ടപ്പോഴത്തേക്കും വർത്ത് വാച്ചാണ്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ലോജിക്ക് എല്ലാവരും ഒന്ന് മാറ്റി വെച്ചേക്കുക. ലോജിക്ക് ഈ ഒരു മൂവിയിൽ നോക്കരുത്. നല്ല ഫ്രഷ് ആയിട്ട് ഒരു ആക്ഷൻ ത്രില്ലർ മൂവി, അത് ലോജിക്കൊന്നും നോക്കാതെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവി. ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചിലരെ കമന്റിൽ വന്നിട്ട് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കും, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനിയും താമസിക്കുന്നില്ല. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഇതേ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് സൗത്ത് ഏഷ്യയിലെ ഏതോ ഒരു വലിയ നഗരം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ തന്നെ തുടങ്ങുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ താഴെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാൻ, അതിനുള്ളിൽ ഒരു ലേഡി, അവളുടെ പേര് മാറ്റിയ. ഇപ്പോൾ മാറ്റിയ തന്റെ ഭർത്താവുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അവളുടെ ഭർത്താവിന്റെ പേര് നവീൻ എന്നാണ്. അവനിപ്പോ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നീ ഇന്ന് വീട്ടിലേക്ക് വരൂ, അതോ ഞാൻ നേരത്തെ തന്നെ കിടക്കണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ അതിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം അവളിപ്പോ തന്റെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ കാണാതാവുന്നുണ്ട്, അതും പ്രധാന നഗരങ്ങളിൽ നിന്നും. അപ്പൊ അതുപോലെയുള്ള കുട്ടികളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, അവരെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിയ ഇപ്പോ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ താൻ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്നും ഉടനെ തന്നെ അവിടേക്ക് പോവാണെന്ന് തന്റെ ഭർത്താവായിട്ടുള്ള നവീനോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മാറ്റിയ നേരെ പോകുന്നത് ഈ ഒരു കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് മാറ്റിയ ഇപ്പൊ അതിനകത്തേക്ക് നടന്നു പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരു മുറിയിൽ നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ട് ആ റൂമിന്റെ ചുമരിൽ എന്തോ ഒരു വലിയ ഹോൾ ഉണ്ടായിരുന്നു. അതുവഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ഒരു തടിമാടൻ, അവനാണെങ്കിൽ ഒരു പയ്യനെ കട്ടിലേക്ക് കെട്ടിയിട്ടിട്ട് അവന്റെ കണ്ണ് കുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ എന്തോ ചെയ്യാൻ പോവാണ്. ഇത് കണ്ട മാറ്റിയ പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറി വന്ന് ആ ഒരു തടിയനെ ഇടിച്ചു കളഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് മാറ്റിയ അവനെ കൊണ്ട് വെളിയിലേക്ക് വരുന്നതും ഇപ്പൊ വെളിയിൽ വില്ലന്മാർ വന്നു. എന്തായാലും മാറ്റിയ വെറുതെ ഒന്നുമല്ല, അവൾക്ക് നല്ലതുപോലെ മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാം. അതുകൊണ്ട് മാറ്റിയ ആ ഒരു വില്ലന്മാരോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവളെ അവന്മാര് എങ്ങനെയൊക്കെ അടിച്ചിടാൻ ശ്രമിച്ചാലും മാറ്റിയ ഒരു വിധത്തിലും അവരുടെ അടുത്ത് കീഴടങ്ങത്തില്ല, കാരണം അതുപോലെയുള്ള ഫൈറ്റാണത്. അങ്ങനെ ആ ഒരു ചെറിയ പയ്യനോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നത് മാറ്റിയ ഇപ്പൊ അവരോട് 3 പേരോട് ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും അടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ചെറിയ പയ്യന്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് തറച്ചു കയറുന്നതും അവൻ മരിച്ച് താഴെ വന്ന് വീഴാണ്. മാറ്റിയ പെട്ടെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു ചെറിയ പയ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പയ്യൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവനെ അമ്പ് ചെയ്തത് ദേ ഈ ഒരു അപ്പൂപ്പനും അതേപോലെ തന്നെ അവന്റെ കൂടെയുള്ള ഈ ഒരു വില്ലനുണ്ടല്ലോ, ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്. ഇതിൽ ആ ഒരു ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഇതിലെ പ്രധാന വില്ലൻ. ഇപ്പൊ ഇത് കണ്ട് മാറ്റിയ ആ ഒരു അപ്പൂപ്പനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അപ്പൂപ്പന്റെ കയ്യിൽ അമ്പും വില്ല ഇരിക്കുന്നത് കൊണ്ട് മാറ്റിയക്ക് എന്തായാലും അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ല. അവൾ ഓടി വരുന്നതും ഇവിടെ വെച്ചിട്ട് ആ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതേ സൗത്ത് ഏഷ്യയിലെ ഒരു ശാന്തമായിട്ടുള്ള നഗരം, അവിടെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു അച്ഛനും മകളും. ഇതിലെ ഈ ഒരു അച്ഛനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേര് വാങ് വി, അതേപോലെ തന്നെ അവന്റെ മകളുടെ പേര് റെയ്നി. ഇപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹീറോയ്ക്ക് സംസാരിക്കാണ്ട് കഴിയത്തില്ല. എന്തൊക്കെയായാലും തന്നെ മകളെ നല്ലതുപോലെ നോക്കുന്ന ഒരു അച്ഛനാണ്. ഇപ്പോൾ റെയ്നിക്ക് വേണ്ടിയിട്ട് അവൾക്ക് മാർഷ്യൽ ആർട്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ തടി വെച്ചിട്ടുണ്ടാക്കുമല്ലോ ഫൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ മുകളിലേക്ക് പോകുന്നു. എന്താണെന്ന് വെച്ചാൽ റെയ്നിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ മുകളിലേക്ക് വന്ന് റൂം തുറന്ന് നോക്കുമ്പോൾ റെയ്നി നല്ല ഉറക്കമാണ്. അതുകൊണ്ട് അവളെ വിളിക്കാതെ ഹീറോ തന്റെ തൊപ്പി എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് റെയ്നി പെട്ടെന്ന് കണ്ണു പറഞ്ഞത്. ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, മോളെ ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ പോവാണ്. അപ്പോൾ റെയ്നി പറയും, അച്ഛനോടൊപ്പം ഞാനും വരാം എന്ന് പറഞ്ഞ അവസാനം രണ്ടുപേരും ജോലിക്ക് പോവാണ്. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ റെയ്നി ഉണ്ടല്ലോ, അവിടെ ഈ ഒരു വ്ളോഗ് പോലെയെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അച്ഛനോടൊപ്പം ജോലിക്ക് വന്നേക്കാണ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ അവധിയാണ്, പക്ഷേ ഏത് സമയം അച്ഛൻ എന്നെ ജോലിക്ക് കൊണ്ടുപോകത്തില്ല. ഞാനാണെങ്കിലും ഇപ്പോൾ വളർന്ന് വലിയൊരു കുട്ടിയായി. അത് കഴിഞ്ഞിട്ട് റെയ്നി നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്ന്, ഓക്കെ നമുക്കിനി ആ ഒരു ജോലിക്കാരനെ കാണാം, ഇതാണ് ജോലിക്കാരനെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിച്ചു കൊടുത്തിട്ട് അവൾ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ 3 തവണ ഇതുപോലെ ആ ഒരു കൈ ചൊടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി ഒരു ടൂള് ചോദിക്കുന്നു. കാരണം ഹീറോയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ പല ആക്ഷൻസും അതേപോലെ തന്നെ ഈ ശബ്ദം ഉണ്ടാക്കുന്ന രീതി അതെല്ലാം അവൾക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണെന്നും ഓരോന്ന് പറയുന്നതാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ടാണ് നമ്മുടെ റെയ്നി മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഞാൻ ഇനിയിപ്പോ 2 ദിവസത്തിനുള്ളിൽ ചൈനയിലേക്ക് പോകും. പക്ഷെ എന്റെ അച്ഛനാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല പറയുമ്പോഴത്തേക്കും വേറൊന്നുമല്ല, ഇവര് രണ്ടുപേരും ചൈനക്കാരാണ്. ഹീറോയുടെ ഭാര്യയാണെങ്കിലും മരിച്ചുപോയി. ഇപ്പോൾ ഹീറോയും തന്റെ മകളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവള് വീഡിയോയിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും ആ ജോലി ചെയ്തതിന്റെ കൂലിയും വാങ്ങി
അങ്ങനെ ഷോപ്പിൽ നിന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഷോപ്പിനകത്തേക്ക് വേറെ രണ്ടുപേര് കയറി വന്നിട്ട് അവിടെയുള്ള ആ ഒരു അമ്മൂമ്മയുണ്ടല്ലോ, എങ്ങനെയുണ്ട് അമ്മൂമ്മ കച്ചവടം എന്നെല്ലാം പറഞ്ഞിട്ട് അവന്മാര് രണ്ടുപേരും ആ അമ്മൂമ്മയെ വെറുതെ ശല്യം ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന റെയിനി ഉണ്ടല്ലോ, അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ ഇവിടെ നിന്ന് പോവാതെ നിൽക്കുമ്പോഴത്തേ ഹീറോ അവളെ പിടിച്ചങ്ങ് പോവാണ്. അപ്പോഴാണ് റെയിനി പറയുന്നത്, ആ കടയിൽ ആ ഒരു മുത്തശ്ശിയെ നമുക്ക് സഹായിക്കായിരുന്നു അല്ലേ? അപ്പോൾ ഹീറോ പറയും, സോറി മോളെ, അത് നമ്മുടെ ബിസിനസ് അല്ല, നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. റെയിനി പറയും, അച്ഛൻ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്ന എങ്ങനെയാ, എത്ര കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് റെയിനി മറ്റൊരു കാര്യം കൂടി പറയുന്നത്. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ അച്ഛനോടൊപ്പം ഇവിടെ തന്നെ നിൽക്കാം അച്ഛനെ സഹായിക്കാൻ വേണ്ടി. എനിക്കും അമ്മമ്മയ്ക്ക് ഇവിടെ നിന്നിട്ട് അച്ഛനെ സഹായിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഹീറോ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അവൻ മിണ്ടാതെ തന്നെ മുന്നോട്ട് നടന്നു പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ മറ്റൊരു തെരുവില് ഒരുത്തനിപ്പോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അവന്റെ മുന്നിലേക്ക് ഒരു ചുരുണ്ട മുടിക്കാരൻ വരുന്നു. വന്നിരുന്നിട്ട് ഓക്കെ എന്താ നല്ല വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഈ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന അവനുണ്ടല്ലോ, അവൻ പറയും വാങ്ങാനായിട്ട് ആളുണ്ട്, അത് നല്ലൊരു പണക്കാരൻ. അപ്പൊ ആ ഒരു ചുരുണ്ട മുടിക്കാരൻ ചോദിക്കും, അല്ല എത്ര രൂപയ്ക്കാ? 3 ഇങ്ങനെ കൈ കാണിക്കും. വെറും 3? 30 പറയുന്നതും അവൻ തന്നെ ഞെട്ടിപ്പോയി. എന്നിട്ട് അവൻ ചോദിക്കും, ഓക്കെ നീ എനിക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയുമോ? നിന്റെ ബോസുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് നടത്തണം, അത് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പണം അവന്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും അവൻ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചുരുണ്ട മുടിക്കാരൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ റെയിനി അവൾ ആ ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ടല്ലോ അത് പ്രാക്ടീസ് ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ ന്യൂസ് എല്ലാം കേട്ട് ഇപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ന്യൂസിലെ മാറ്റിയ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചുള്ള ഒരു സ്ത്രീ അവളെ കാണാതായി എന്നുള്ളൊരു കാര്യം ഈ ഒരു ന്യൂസിലൂടെ കാണിക്കുന്നുണ്ട്. അതുമല്ല അവളൊരു പത്രപ്രവർത്തകയും കൂടിയാണ്. ഇപ്പൊ അവൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതുപോലെ അവൾ കാണാതായിട്ടുള്ള കുട്ടികളുടെ പിറകെ പോവാണെന്നും അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ന്യൂസിലൂടെ കാണിക്കുന്നുണ്ട്. കാരണം അവൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണത്. ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ റെയിനിക്കാണെങ്കിലോ അവളുടെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ഇവിടെ നിൽക്കാവെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ ഒരു ദേഷ്യം കാരണം റെയിനി ആ ഒരു പ്രാക്ടീസ് ചെയ്ത് നിർത്തലാക്കിയിട്ട് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഹീറോ പുറകെ വന്നിട്ട് റെയിനിയെ പിടിച്ചു നിർത്തും. റെയിനി പ്രാക്ടീസ് ചെയ്യണം, ഇത് നിന്റെ നന്മയ്ക്കാണെന്ന് പറയുമ്പോൾ അവൾ അത് വലിയ കാര്യമാക്കാതെ അകത്തേക്ക് കയറി പോകുന്നു. ഇതേ സമയം നേരത്തെ ആ ഒരു ചുരുണ്ട മുടിക്കാരനായിട്ട് ഒരു ഡീൽ നടത്തിയല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കും അവനും ഒരു വാനും കൊണ്ട് ആളൊന്നുമില്ലാത്തൊരു കെട്ടിടത്തിനടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു വാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ഒരു വാനിന്റെ പിറകിൽ കുറെ സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കയറി കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്കിപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഇത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പത്രപ്രവർത്തകയായിട്ടുള്ള മാറ്റിയ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അവളോട് സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ സംസാരിച്ചിരുന്ന അവളുടെ ഭർത്താവായിട്ടുള്ള നവീൻ, ആ നവീനാണിത്. ഇപ്പോ ആ ഒരു ചുരുണ്ട മുടിക്കാരനായിട്ട് അവൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു ക്യാമറയിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചിട്ട് ആ ഒരു വീഡിയോ നല്ലതുപോലെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നവീൻ തന്റെ കാണാതായിട്ടുള്ള ഭാര്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്റെ ഭാര്യയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചുരുണ്ട മുടിക്കാരന്റെ ബോസിനടുത്തേക്ക് അവൻ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ വാങ്ങാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഡീലിംഗ് എല്ലാം നടത്തി അവന്റെ ബോസിനെ നേരിട്ട് കാണാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇവ സംസാരിച്ചു വെച്ചതും. ഇപ്പൊ തന്റെ ഭാര്യയുടേതെന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ ആകെയുള്ളത് ആ ഒരു വിവാഹ മോതിരം മാത്രമാണ്. അത് വെച്ചിട്ട് നവീൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ അച്ഛനും മകളും നേരെ ഒരു ബാർബർ ഷോപ്പിലേക്ക് പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ മുടി വെട്ടാനായിട്ട്. അങ്ങനെ റെയിനിയുടെ മുടി വെട്ടാനായിട്ട് ആ ഒരു ലേഡിയോട് പറയുമ്പോഴത്തേക്കും റെയിനി മുടി വെട്ടാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ഹീറോ അവളെ നോക്കിയിട്ട്, ദേ മുടി വെട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതുപോലെ കുട്ടിയായിരുന്നപ്പോഴത്തേക്കും നിനക്ക് ഇതുപോലെ മുടി മുറിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരുന്നു എന്നല്ല ഹീറോ പറയുമ്പോൾ അവള് പറയും, ശരി എന്തായാലും ഞാൻ കുംഫു പ്രാക്ടീസ് ചെയ്തില്ല, കാരണം എന്റെ കൂട്ടുകാരികൾ എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ബോയ് ആണോന്ന്, ഇനിയിപ്പോൾ മുടി കൂടി വെട്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്നെല്ലാം അവൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ, ദേ മുടി വെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പരിപാലിക്കാം, അതുപോലെ നീ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് റെയിനി പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അച്ഛനോടൊപ്പം ഇവിടെ നിന്നൂടാ, അച്ഛൻ എപ്പോഴും എന്നെ കുംഫു മാത്രമേ പരിശീലിപ്പിക്കുന്നുള്ളൂ, എനിക്കാണെങ്കിൽ അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഇഷ്ടം, ഇല്ലെങ്കിൽ അച്ഛൻ എന്നോടൊപ്പം തിരിച്ച് ചൈനയിലേക്ക് വന്നൂടെ, അമ്മയും മരിച്ചു, ഇനിയിപ്പോൾ അച്ഛനെ എന്നെ വിട്ട് പോകാൻ പോകണമെന്ന് ചോദിച്ച് അവള് ദേഷ്യപ്പെട്ട ആ ഒരു ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റെയിനിയുടെ പിറകെ ഹീറോ പോകാനായിട്ട് വരും. അപ്പൊ ആ ഒരു കടയിലെ സ്ത്രീ ഉണ്ടല്ലോ, അവർ പറയും, ഇല്ലല്ല കുഴപ്പമില്ല, എന്റെ സ്റ്റാഫ് പോയി വിളിച്ചോണ്ട് വരുമെന്നും പറഞ്ഞിട്ട് ആ ഒരു സ്റ്റാഫ് റെയിനിയെ വിളിക്കാൻ വേണ്ടി വെളിയിൽ അവളോടൊപ്പം ഇറങ്ങി പോവാണ്. എന്നിട്ട് ആ ഒരു ലേഡി പറയുന്നുണ്ട്, ഹേയ് വെറുതെ വിഷമിക്കണ്ട, എനിക്ക് 3 പെൺകുട്ടികളാണ്, അവർ ഇതുപോലെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയെ സമാധാനിപ്പിക്കുന്നതും. ഇതേ സമയം റെയിനിയെ കാണിക്കുമ്പോൾ റെയിനി ആ ഒരു തെരുവിലൂടെ നല്ല ദേഷിച്ച് നടന്നു വരികയാണ്. അപ്പോഴാണ് കാല് വയ്യാത്തൊരു ചെറിയ പയ്യൻ അങ്ങനെ മുടന്തി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ റെയിനിയെ കാണുമ്പോൾ ആ ഒരു പയ്യൻ പെട്ടെന്ന് അവിടെ നിന്നിട്ട്, അല്ല നിങ്ങൾക്ക് ചൈനീസ് സംസാരിക്കാൻ അറിയോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സഹായം വേണം, എന്റെ സഹോദരിയെ ഒരു കാർ ഇടിച്ചു, അച്ഛനും അമ്മയും വീട്ടിലില്ല, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുമ്പോഴത്തേക്കും റെയിനി ആ ഒരു പയ്യനെ സഹായിക്കാൻ വേണ്ടി അവന്റെ പിറകെ തന്നെ പോവാണ്. ഇതേ സമയം ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് പോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ റെയിനിയുടെ പിറകെ പോയാ അവര് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് അയ്യോ മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും. ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി റെയിനി അന്വേഷിച്ച് എന്തായാലും റെയിനി പോയ അതേ വഴി തന്നെയാണ് ഹീറോയും നടന്നു പോകുന്നത്. പക്ഷെ റെയിനി കുറച്ച് മുന്നിലാണല്ലോ.
ഇപ്പൊ ആ ഒരു ചെറിയ പയ്യൻ നമ്മുടെ റെയിനിയെ കൊണ്ട് നടന്ന് കുറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ ഈ ഒരു വേസ്റ്റ് എല്ലാം എടുക്കാനായിട്ട് ഒരു വലിയ വണ്ടി കിടപ്പുണ്ട്. അതിനടുത്ത് എത്തുമ്പോഴത്തേക്ക് ആ ഒരു പയ്യൻ പറയും, പ്ലീസ് കുറച്ച് പതിയെ പോവോ എന്ന് ചോദിക്കുന്നതും റെയിനി ഇപ്പോൾ അവന്റെ കാൽ നോക്കിയിട്ട്, അല്ല നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് സംസാരിച്ച് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ വണ്ടിയുടെ അടുത്ത് വേസ്റ്റ് എടുക്കാൻ നിന്ന രണ്ടുപേര് പെട്ടെന്നൊരു കറുത്ത കവർ കൊണ്ടുവന്ന് നമ്മുടെ റെയിനിയുടെ മുകളിലേക്ക് ഇട്ടിട്ട് റെയിനി അങ്ങനെ പിടിച്ച് അതിൽ ആ ഒരു മുട്ടത്തലയനുണ്ട്. അവൻ റെയിനിയെ പൊക്കിയെടുത്തിട്ട് ഒറ്റയേറ ആ ഒരു വണ്ടിയിലേക്ക്. ഇപ്പൊ അങ്ങനെ വന്ന് വീഴുന്നത് നമ്മുടെ റെയിനിയുടെ ബോധം അങ്ങ് പോയി. ഇതേ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ അതേ വഴി തന്നെ വരികയാണ്. കുറെ ദൂരം വന്നിട്ട് നമ്മുടെ റെയിനിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവളിപ്പോ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ചെറിയ പയ്യനെ നേരത്തെ നവീൻ എന്ന് പറഞ്ഞിട്ട് അവനോടൊപ്പം സംസാരിച്ച ആ ഒരു ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ, അവൻ പൊക്കിയെടുത്തിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റുന്നു. ഇത് കണ്ട ഹീറോയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വണ്ടിയുടെ പിറകെ പോകുന്നതും ഇപ്പൊ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ അങ്ങനെ തന്നെ ആ ഒരു വണ്ടിയുടെ പിറകെ ഓടുകയാണ്. ആ ഒരു വണ്ടിയാണെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് എത്തണമല്ലോ, അതുകൊണ്ട് ഹീറോ മറ്റൊരു മാർക്കറ്റിനുള്ളിലൂടെ ഓടും. അങ്ങനെ ഓടി വന്ന് അവിടുത്തെ ആ ഒരു ഗ്രില്ലെല്ലാം ഇടിച്ച് തകർത്തല്ല അത് പൊളിഞ്ഞിരിക്കുമായിരുന്നു. അതിനുള്ളിലൂടെ തന്നെ വെളിയിലേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ ആ ഒരു വണ്ടിയുടെ പിറകെ തന്നെ ഓടുന്നു. ആ ഒരു തടിയനുണ്ടല്ലോ പുറകിലിരിക്കുന്നത്, അവനാണെങ്കിൽ ഹീറോ പുറകെ വരുന്ന ആ ഒരു കാര്യം കാണുന്നതുമില്ല. ഇപ്പോ ഹീറോ ആ ഒരു വണ്ടിയുടെ പിറകെ തന്നെ ഓടി, ആ ഒരു വണ്ടിയാണെങ്കിൽ പതിയാണ് പോകുന്നത്. ഓടി വന്നിട്ട് ആ ഒരു വണ്ടിയിലേക്ക് ചാടിക്കയറി അതിന്റെ ഡ്രൈവറിനെ ഒരു ഒറ്റ ഇടി, അതുമല്ല വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചൊരു ഒറ്റ വലി. വണ്ടി അങ്ങനെ ബ്രേക്ക് അടിച്ച് അവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ കീ വലിച്ചൂരി ഒരു ഒറ്റ ഏറ്. അപ്പൊ എന്തായാലും അവന്മാർക്ക് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇതേ സമയം പുറകിലിരുന്ന ആ ഒരു തടിയനുണ്ടല്ലോ മുട്ടത്തലയൻ, അവൻ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയെ ഒരു ഒറ്റ ഇടികൊണ്ട് ഹീറോ കുറച്ച് മീറ്റർ തന്നെ തെറിച്ചങ്ങ് വീഴും. അങ്ങനെ ഹീറോ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ആ ഒരു വണ്ടിയുടെ പിറകിലേക്ക് ഓടി വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു മുട്ട വീണ്ടും നമ്മുടെ ഹീറോയെ പിടിച്ച് അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്കൊരു ഒറ്റയടി തല വന്ന് താഴെ ഇടിക്കുന്നുണ്ട്. എന്നാലും ഹീറോയ്ക്ക് വലിയ കുഴപ്പമില്ല. അപ്പോഴും നമ്മുടെ ഹീറോയെ ആ ഒരു മുട്ട വിടുന്നില്ല. അവൻ ഹീറോയെ പൊക്കിയെടുത്ത് ഇങ്ങനെ പിടിക്കുന്നത്. ഹീറോ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ, അവൻ ഓടി വന്നിട്ട് ഹീറോയെ ഒരു ഒറ്റ ചവിട്ട്. ഹീറോ തെറിച്ച് താഴെ വീഴുന്നതും ഇപ്പൊ ഇവര് രണ്ടുപേരും ഹീറോയെ അങ്ങനെ പിടിച്ച് ആ ഒരു വണ്ടിയുടെ അടുത്ത് നിന്ന് വലിച്ച് അടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അതിനകത്ത് കിടന്നിട്ട് പിന്നീട് എന്താണ്, ഇവര് മൂന്നുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് അടി ഉണ്ടാക്കുന്നു. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ രണ്ടുപേരോടൊപ്പം പിടിച്ചു നിൽക്കാണ്ട് കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് ഹീറോ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചൈനീസും അതേപോലെ തന്നെ ഹോങ്കോങ്ങും അവിടേക്കുള്ള ആ ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ സാധാരണ ഈ ഒരു കൈയിട്ട് വെറുതെ അടിക്കുന്നത് പോലെയല്ല. മാക്സിമം വരുന്ന അടികളെല്ലാം തടയുകയും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരും തടയും. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് കഴിയുന്ന രീതിയിൽ രണ്ടുപേരെയും അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഓടി വെളിയിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു വണ്ടിയുടെ പിറകിലേക്ക് ചാടിക്കയറി റെയിനിയെ നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, അവനിപ്പോ കീ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഈ സമയം ആ ഒരു ചുരുണ്ട മുടിക്കാരനാണെങ്കിൽ പെട്ടെന്ന് ഈ വണ്ടിയുടെ പിറകിലേക്ക് വന്ന് നമ്മുടെ ഹീറോയെ അങ്ങനെ തടയാണ്. യുവമാർക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ല ഈ ഒരു ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഹീറോയെ ഇട്ട് അടിക്കുന്നതും ഹീറോ അവനോടൊപ്പം കുറെ നേരം ഫൈറ്റ് ചെയ്ത് അവനെ അടിച്ച് താഴെ കിട്ടാ അതിൽ കവർ എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് റെയിനി ഈ ഒരു വണ്ടിക്കകത്ത് തന്നെയുണ്ട്. ആ ഒരു കാര്യം ഹീറോ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചുരുണ്ട മുടിക്കാരനെ അടിച്ച് താഴെ കിടുന്നതും ഇപ്പൊ അതേ സമയം കാണിക്കുമ്പോൾ ആ ഒരു മുട്ടത്തലയനുണ്ടല്ലോ, അവനിപ്പോ വലിയൊരു കമ്പിയും അതിനറ്റത്ത് സിമന്റ് കട്ടയൊക്കെ അത് കൊണ്ടുവന്ന് ഒരു ഒറ്റയടി ജസ്റ്റ് മിസ് നമ്മുടെ ഹീറോയുടെ തലയിൽ കൊള്ളുന്നില്ല. എന്നിട്ട് അവൻ ആ ഒരു കമ്പിയും കൊണ്ട് അകത്തേക്ക് കയറി വന്ന് ഹീറോ ആയിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു അവസരത്തില് ഹീറോയെ ഇടിച്ചങ്ങ് താഴെയിടും. ആ സമയം കൊണ്ട് ആ ഒരു ഡ്രൈവർ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് യുവന്മാരെല്ലാവരും രക്ഷപ്പെട്ട് ആ ഒരു വണ്ടിയിൽ കയറി വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും ഹീറോ വെറുതെ എവിടോ ഇല്ല, പുറകെ തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടിയിലാണെങ്കിൽ സൈഡ് ഭാഗം പൊളിഞ്ഞിട്ട് താഴെ വീണ് കിടക്കാണ്. അതും വലിച്ചെടുത്തോണ്ടാണ് പോകുന്നത്. ഹീറോ പിറകെ തന്നെ ഓടുമ്പോഴത്തേക്കും കുറേ ദൂരം ഓടുമ്പോൾ അവന്റെ ചെരുപ്പിട്ടിട്ട് ഓടാൻ കഴിയുന്നില്ല. ചെരുപ്പെല്ലാം ഊരിക്കളഞ്ഞ് ഇപ്പോൾ വെറും കാലിലോടാണ്. ഓടുന്ന സമയത്ത് ഈ റോഡിലെ കുപ്പിയെല്ലാം പൊട്ടിക്കിടപ്പുണ്ട്. അതിലെല്ലാം ചവിട്ടിയിട്ട് കാല് മുറിഞ്ഞാല് ഹീറോ തന്റെ മകൾക്ക് വേണ്ടി അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. കുറേ ദൂരം ഓടി എന്നാൽ ഈ ഒരു വണ്ടിയുടെ പിറകിൽ എത്തുന്നില്ല. ഒരവസരത്തില് നമ്മുടെ റെയിനി പെട്ടെന്ന് കണ്ണു തുറന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ഹീറോ ഓടി വരുന്നു. അപ്പൊ അച്ചാന്ന് വിളിച്ച് കരയുന്നതും ഇത് കണ്ട ഒരു മുട്ടത്തല എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് വന്ന് റെയിനിയുടെ കാലിലേക്ക് പിടിച്ചിട്ട് അവളെ തല കീഴായിട്ട് ഇങ്ങനെ കിടത്തും. എന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ചിരിക്കാണ്. ഇപ്പൊ ആ ഒരു മുട്ടത്തലയൻ എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് റെയിനിയെ പിടിച്ച് താഴേക്ക് ഇടിക്കുന്നത് പോലെ അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും കാണുന്ന നമ്മുടെ നെഞ്ചാണ് കിടന്ന് ഇടിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ചുരുണ്ട പിടിക്കാറുണ്ടല്ലോ, അവൻ പറയും ഹേയ് അവളെ എടുത്ത് അകത്തേക്ക് ഇടുന്നു പറയുന്നതും ഈ മുട്ട നമ്മുടെ റെയിനിയെ പിടിച്ച് അകത്തേക്ക് ഇട്ട് അവളുടെ ബോധം വീണ്ടും പോയിട്ട് ഇപ്പൊ ഇവന്മാരാണെങ്കിൽ വണ്ടിയിൽ നല്ല വേഗതയിൽ പോകുന്നത് ഹീറോ ഒപ്പം തന്നെ ഓടുന്നുണ്ട്. ഒരവസരത്തിൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു വണ്ടി ഒന്ന് ഹീറോ ഇടിച്ചെങ്ങിടും. ഇടികൊണ്ട് ഹീറോ താഴെ വീഴുന്നതും അവര് രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ ഹീറോയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞത്, ലോജിക്ക് നോക്കരുതെന്ന്. അങ്ങനെ പകുതി മുറിവോടെ രക്ഷപ്പെട്ട നമ്മുടെ ഹീറോ റെയിനി ആരാണ് കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയത്, എന്തിനാണ് കൊണ്ടുപോയത്, ഇതൊന്നും അറിയാൻ കഴിയാതെ അവിടെ നിന്ന് നേരെ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്.
അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് വേറെ ഒന്നിനും സമയമില്ല, നമ്മുടെ ഹീറോയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്നൊരു പേപ്പർ എടുത്ത് അതിൽ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി. അതേപോലെ തന്നെ തടിയനായിട്ടുള്ള ഒരാളാണ്, കൂടാതെ ഒരു നീല ട്രക്കും ആ വണ്ടിയുടെ നമ്പർ വരെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ട ആ ഒരു പോലീസുകാരൻ എന്താണ് പറയുന്നത്, സാർ പ്ലീസ് അവിടെ പോയിട്ട് ഇരിക്കുക, എന്നിട്ട് നിങ്ങളൊരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് അതിനൊന്നും ടൈമില്ല. ഇപ്പോൾ രക്തമായിട്ട് ഇതേ അവസ്ഥയിൽ വരുന്ന ഒരാളോട് ഇതുപോലെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഹീറോ പെട്ടെന്ന് CCTV പരിശോധിക്കാനായിട്ട് അവർക്ക് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പോലീസുകാർ മാത്രം കുറച്ച് മണ്ടന്മാരാണ്. അതിനി മുന്നോട്ട് പോകുന്ന ഓരോ സീനിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴും ആ ഒരു പോലീസുകാരൻ പറയുന്നതെന്ന് വെച്ചാൽ, സാർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹീറോ അവിടെയുള്ള ടേബിളിൽ ഒരു ഒറ്റയിടി. അപ്പോഴേക്കാണ് SI ഉണ്ടല്ലോ, അതൊരു ലേഡിയാണ്, അവൾ നേരെ അവിടേക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു കോൺസ്റ്റബിൾ പറയും, മാഡം ഇയാൾ വന്നിട്ട് ഇയാളുടെ മകളെ കാണാനില്ലാന്ന്, ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്, വണ്ടിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരിക്ക് എന്തായാലും നല്ല മനസ്സാണ് തോന്നുന്നു. നമ്മുടെ ഹീറോയോട് പറയും, ഓക്കെ അകത്തേക്ക് വരാൻ പറയുന്നത്. ഇപ്പൊ ഇവരുടെ ചീഫ് ഉണ്ടല്ലോ, അയാൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ എന്താ ഈ നടക്കുന്നത്? അപ്പൊ ആ ഒരു പോലീസുകാരി പറയും, സാർ ഇയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി, ഡീറ്റെയിൽസ് എല്ലാം എഴുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പേപ്പറുകളെല്ലാം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് പറയുന്നത് എന്താണെന്നറിയോ, സോറി ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതെല്ലാം നീ പാലിക്കണം, എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാന്ന് പറയുന്നത്. ഈ മണ്ടന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഹീറോ അങ്ങനെ തിരിച്ചു നടന്നു പോകുന്നതും ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുള്ള ആ ഒരു മിസ്സിംഗ് റിപ്പോർട്ടുകളുണ്ടല്ലോ, അതെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കി ഹീറോ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ ഇതേ സമയം നമ്മുടെ റെയിനിയെ കാണിക്കുമ്പോഴത്തേക്കാണ് റെയിനി പതിയെ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഇതുപോലെ തട്ടിക്കൊണ്ടുവന്നതാണ്. അതുപോലെ ഇവരെ എല്ലാവരെയും ഒരു വലിയ ടാങ്കിനുള്ളിലാണ് അടച്ചു വെച്ചേക്കുന്നത്. അപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാണ്? പല കാര്യങ്ങൾക്കായിട്ട്, പലയിടങ്ങളിലായിട്ട് വിൽക്കാനും അവരുടെ ഓർഗൻസ് എല്ലാം മറുത്ത് വിൽക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല മനസ്സുണ്ടാവത്തില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഹീറോയെ പറ്റി അവർ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്ത ചരിത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, എവിടെ നിന്നാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല, ഇങ്ങനെ വലിയ രീതിയിൽ വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ഹീറോ. ഇതേ സമയം ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ആ ഒരു മുറിവെല്ലാം പറ്റിയല്ലോ, അതിലെല്ലാം മരുന്നെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നല്ലതുപോലെ റെഡി ആവാണ്. ഒരു നിമിഷം പോലും കാത്തിരിക്കാണ്ട് സമയമില്ല. തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതുപോലെയെല്ലാം ഹീറോ ഒരുങ്ങി തയ്യാറാവുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയുടെ തലയിൽ എന്തോ ഒരു വലിയ മുറിവുള്ളതുപോലെ കാണിക്കുന്നുണ്ട്. അതിപ്പോ സംഭവിച്ചതല്ല, കുറെ നാളുകൾക്ക് മുന്നേ. അതുകൊണ്ട് ഹീറോ ഇപ്പോഴും ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഹീറോ തന്റെ മകളെ പറ്റി കുറെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അവളെ എന്തായാലും രക്ഷിക്കണം, അതിനു വേണ്ടി റെഡിയായി അവളുടെ ഒരു ഫോട്ടോയും എടുത്ത് അതേപോലെ തന്നെ ചെറിയൊരു ചുറ്റിയലും എടുത്ത് കയ്യിൽ വെച്ച് ഇപ്പൊ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്ത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. അതിനു വേണ്ടിയിട്ട് ഹീറോ തയ്യാറായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ ഹീറോ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഒരു ഫൈറ്റിംഗ് ക്ലബിലേക്കാണ്. കാരണം ആ ഒരു വണ്ടിയിൽ നിന്നും ഹീറോയ്ക്ക് ഇതുപോലെ ആ ഒരു ഫൈറ്റിംഗ് ക്ലബിന്റെ പോസ്റ്റർ കിട്ടിയിരുന്നു. അപ്പൊ അവിടേക്കാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹീറോ ഇപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് ക്ലബിലേക്ക് വരുന്നത്. വരുമ്പോഴത്തേക്കും അവിടെ റിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റൂമിനകത്ത് കണ്ണാടിയും തൊപ്പിയെല്ലാം വെച്ചിട്ട് ഈ വയസ്സായിട്ടുള്ള അയാളുണ്ടല്ലോ, ഇയാളാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ. ഇപ്പൊ അതിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന നമ്മുടെ ഹീറോ മറ്റൊരു തന്നെ കൂടി കാണുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ ആ ഒരു ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ, അവനോടൊപ്പം തന്നെ പിറകിൽ നവീൻ എന്ന് പറഞ്ഞിട്ട് അവന് പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഇവർ രണ്ടുപേരും ഒരു ഡീല് ചെയ്തായിരുന്നല്ലോ, ഈ ചുരുണ്ട മുടിക്കാരന്റെ ബോസുമായിട്ട് നവീന് സംസാരിക്കേണ്ട ഒരു അവസരം കൊടുക്കാന്ന്. അതിനുവേണ്ടിയിട്ടാണ് നവീനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നവീനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ട തലയിൽ നമ്മുടെ നവീനെ നല്ലതുപോലെ പരിശോധിക്കുന്നു. അതേപോലെ തന്നെ നവീന്റെ കഴുത്തിലൊരു ടൈ പോലെ തുണി കെട്ടിയിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതാ ഒരു മുട്ട പരിശോധിക്കുമ്പോൾ മുട്ടയ്ക്ക് അത് നല്ലതുപോലെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നവീനോട് അകത്തേക്ക് കയറി പോകാൻ പറയും. ഇതേ സമയം ഇവരാരും കാണാതെ നമ്മുടെ ഹീറോയും അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നവീൻ നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ബോസ് ഉണ്ടല്ലോ അവനുമായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ നവീൻ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാല്, കുട്ടികളെ വാങ്ങിക്കാനായിട്ട് എന്റെ കയ്യിൽ ആളുണ്ട്, ഇത്ര ലക്ഷം രൂപ തരാം എന്നുള്ള രീതിയിൽ ഇവനുമായിട്ടൊരു ഡീലിംഗ് നടത്തി ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവന്റെ പുറകിൽ ആരൊക്കെയുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നവീൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവീൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കണ്ണാടി ബോസ് ഉണ്ടല്ലോ, അവന് നമ്മുടെ നവീനെ ഭയങ്കരമായിട്ടുള്ള സംശയം. അതുകൊണ്ട് ഒരവസരത്തിൽ നമ്മുടെ നവീനെ പേടിപ്പിക്കാൻ വേണ്ടി, ആരാ നീ, എന്തിനാ ഇവിടെ വന്നത് എന്നെല്ലാം പേടിപ്പിച്ച് ചോദിക്കുമ്പോഴത്തേക്കും നവീൻ പേടിക്കത്തില്ല, സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കും. അപ്പോഴേക്കും ആ ഒരു ബോസിന് മനസ്സിലാവത്തില്ല. ബോസ് വിചാരിക്കും നവീൻ ഇതുപോലെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് എന്ന് വിചാരിച്ച് അവനോട് കാഷ്വലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതേ സമയം ഇവിടെ താഴെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ആ ഒരു ചുരുണ്ട മുടിക്കാരൻ അവനെ കാണുന്നത്. ഹീറോ പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ തന്റെ മകളുടെ ഫോട്ടോ എടുത്ത് കാണിച്ച് ഇവൾ എവിടെയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും അവ പെട്ടെന്ന് ചിരിക്കും. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പെട്ടെന്ന് നമ്മുടെ ഹീറോയെ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവന്മാര് പിടിച്ചു വെച്ചിട്ട് പിന്നെയും ഈ അച്ഛനെ കൂടി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ വെറുതെ വിടോ, അവൻ ഇടിച്ച് അങ്ങനെ താഴേക്ക് വെച്ചിട്ട് വീണ്ടും ആ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ ഇപ്പൊ കൂടെയുള്ളവർ വെറുതെ വിടുന്നില്ല. അങ്ങനെ അവരോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം അവരെ രണ്ടുപേരെ അടിച്ച് താഴേക്കിട്ട്
ഇപ്പൊ ആ ഒരു ചുരുണ്ട മുടിക്കാരനെ ഒരു അടി കൂടി അടിച്ചു കൊടുക്കും. ആ ഒരു അടിയിൽ അവൻ താഴെ ഇരുന്നു പോകും. എന്നിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത് ഒന്നുകൂടി കാണിക്കുമ്പോൾ ഇവൻ ഇത്ര അടി കൊണ്ടിട്ട് പറയുമെന്നാണോ? ഇല്ല, അവൻ അപ്പോഴും ആ ഒരു കുപ്പി എടുത്ത് നമ്മുടെ ഹീറോയെ അടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് ആളുകളുടെ ഇടയിലൂടെ ഓടി വന്നിട്ടാണ് പറയുന്നത്, ദേ അവനെ തടയി, അവനെ ഇടിക്കുന്നെല്ലാം പറഞ്ഞ് ബാക്കിയുള്ളവരോട് പറയുമ്പോഴത്തേക്കും അതും ഒരു മൈക്ക് എടുത്തു വെച്ച് പറയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും യുവമാരുടെ ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയെ അടിക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കുന്നതെന്ന് കൂടി അറിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് വെളിയിലേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ വെളിയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കാണ് ആ ബോസ് ഉണ്ടല്ലോ, അയാളുടെ റൂമിനകത്തേക്ക് ഒരാൾ കയറി വന്നിട്ട്, ബോസ് വെളിയിൽ ആരോ നമ്മുടെ ആളുകളെല്ലാം അടിക്കുന്നു എന്ന് പറയുന്നതും ഇപ്പൊ ഈ ഒരു ബോസ് വിചാരിക്കും അത് നവീന്റെ ആളാണെന്ന്. അതുകൊണ്ട് ഇവനെ കൊന്നേക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ ആ ഒരു ബോസ് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നവീൻ മിസ്റ്റർ സാങ് പോവരുതെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് സിഗരറ്റും വലിച്ച് ഇപ്പൊ അവിടെ നിൽക്കുന്നവന്മാര് നമ്മുടെ നവീനെ അടിക്കാൻ വരുമ്പോൾ നവീനും വെറുതെ ഒന്നുമല്ല, അവനും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെ നവീൻ അതിനകത്തുള്ള അവന്മാരുമായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ ഇതേ സമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയുടെ നിൽക്കെല്ലാവരും ഈ ബിയർ ബോട്ടിലുണ്ടല്ലോ അതെടുത്ത് എറിയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഹീറോ എങ്ങനെയും രക്ഷപ്പെട്ടു പോകുന്നു. അവന്മാരെല്ലാവരെയും കൊണ്ട് നേരെ താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് ഹീറോയ്ക്ക് ആരെയാണ് വേണ്ടത്? ആ ഒരു ചുരുണ്ട മുടിക്കാരനെ. അവനിപ്പോ ഓടി ആ ഒരു റിങ്ങിനകത്തേക്ക് കയറും. ഹീറോയും അവന്റെ പിറകെ തന്നെ ആ ഒരു റിങ്ങിലേക്ക് ചാടിക്കയറിയിട്ട് അവൻ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവനെ വലിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവനെ പിടിച്ചടിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് നേരത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരുണ്ടല്ലോ അവന്മാര് രണ്ടുപേരും ഇതിനകത്തേക്ക് കയറി വരും. ആ ഗ്യാപ്പിൽ ആ ഒരു മുടിയൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ റിങ് അങ്ങ് അടച്ചു വെക്കും. അപ്പൊ അവന്മാര് നമ്മുടെ ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഹീറോ അവരോട് രണ്ടുപേരോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരവസരത്തിൽ ഒരുത്തം വന്ന് ഹീറോയുടെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ വലിച്ച് മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ വലിച്ച് താടിക്കിട്ടിരിക്കുന്നതും പെട്ടെന്ന് വേറൊരുത്തൻ ഒരു ബോട്ടിലും കൊണ്ട് അതിന് മുകളിൽ നിന്ന് ചാടി വരുന്നതും ഹീറോ കൊണ്ടുവന്നിരുന്ന ആ ഒരു ചുറ്റിയലുണ്ടല്ലോ അതങ്ങനെ ഊരിയെടുത്ത് ചാടി ആ ഒരു ബോട്ടിൽ അങ്ങ് അടിച്ചു പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു ചുറ്റിയൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, വേറെ ലെവലാണ്. കാരണം നിങ്ങൾ ഈ ഒരു ട്രെയിലർ കാണുമ്പോഴത്തേക്ക് അതിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സീൻ ഒരു ഒന്നൊന്നര സീനാണ്. കാരണം ആ ഒരു ചുറ്റിയൽ വെച്ചിട്ട് ഒരു പ്രത്യേക ശൈലിയിലാണ് ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. അതിലും ഒരു പ്രത്യേക സീനുണ്ട്. എന്താന്ന് വെച്ചാല് ഓരോരുത്തരെയായിട്ട് കാലുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് പിടിച്ച് അവരുടെ മുകളിലേക്ക് കയറിയിരുന്ന് ആ ചുറ്റിയൽ കൊണ്ട് ഓരോന്നിനും മുതുകത്ത് നോക്കിയിട്ടും തലയ്ക്ക് നോക്കിയിട്ട് ഓരോ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ ഒരു റിങ്ങിൽ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ അവനെ പിടിച്ചിട്ട് നല്ലതുപോലെ ഇടിക്കും. അവൻ ഇത്ര ഇടി കൊണ്ടിട്ടും അവൻ ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല എന്നാണ്. അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരു ജോലിക്കാരനാണ് അവൻ. ഇതേ സമയമകത്ത് നമ്മുടെ നവീനുണ്ടല്ലോ അവനും ആ റൂമിനകത്തുള്ള എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ വെളിയിലേക്ക് വരും. ഇപ്പൊ ആ ഒരു ചുരുണ്ട മുടിക്കാരൻ നമ്മുടെ ഹീറോയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നേരെ മുകളിലേക്ക് ഓടിക്കയറി നവീന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഈ ചുരുണ്ട മുടിക്കാരനെ ഇടിച്ചങ്ങ് താഴേക്കിടും. അവൻ നേരെ താഴേക്ക് വന്ന് വീണ് അവന്റെ ബോധം നഷ്ടപ്പെടുന്നതും ഇപ്പോൾ ഹീറോ മുകളിലേക്ക് നോക്കുമ്പോൾ നവീൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഹീറോ വിചാരിക്കുന്നത് എന്താണ്, നവീൻ ഇവരുടെ ആളാണെന്നാണ്. അങ്ങനെ നവീൻ ആണെങ്കിൽ ഇപ്പോൾ നേരെ അവരുടെ ആ ഒരു കമ്പ്യൂട്ടർ മുറിയിലേക്ക് വന്നിട്ട് ഈ ക്ലബിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തന്റെ പെൻഡ്രൈവിലേക്ക് അവൻ കോപ്പി ചെയ്തെടുക്കാണ്. അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പുറകിലൂടെ വന്ന് നവീനെ പിടിച്ച് താഴേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല, ഇവര് രണ്ടുപേരും ഒരേ വില്ലന്മാർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത് അവര് രണ്ടുപേരും ശത്രുക്കളാണെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയും നവീനും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തില് ഹീറോയുടെ കയ്യിൽ നിന്നും റെയിനിയുടെ ഫോട്ടോ താഴെ വീഴുമ്പോഴത്തേക്കാണ് നവീൻ പെട്ടെന്ന്, ഹേയ് നിൽക്ക്, നീ ഒരാളെ അന്വേഷണമാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരിക്കലും അവരുടെ ആളല്ല, ഞാനും ഇതുപോലെ ഒരാളെ അന്വേഷണമാണ് വന്നതെന്ന് പറയുന്നതും ആദ്യം ഹീറോയ്ക്ക് വിശ്വസിക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോഴേക്കും താഴെ പോലീസും കാര്യങ്ങളൊക്കെ വരുന്നതും ഈ ശബ്ദം കേട്ട് നവീൻ പെട്ടെന്ന് ആ ഒരു പെൻഡ്രൈവ് എടുത്ത് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും ആ പെൻഡ്രൈവ് ഇങ്ങ് തരാനായിട്ട്. അപ്പോൾ നവീൻ പറയും അതൊന്നുമില്ല, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോസിനെ കാണിക്കുമ്പോൾ ഏതോ ഒരു ഫാക്ടറിക്കുള്ളിൽ വെച്ചിട്ട് ആ ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ അവൻ ഈ ഒരു ബോസ് നല്ലതുപോലെ അടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, അവൻ വിളിച്ചിട്ടാണ് നമ്മുടെ നവീൻ ഈ ക്ലബിലേക്ക് വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയും ഇവനെ അന്വേഷണമാണ് വന്നത്. അതുകൊണ്ട് ഇവരുടെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ള കാരണക്കാരനാരാണ് ഈ ചുരുണ്ട മുടിക്കാരൻ. ഇതേ സമയം കാല് വയ്യാത്ത നമ്മുടെ റെയിനിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് സഹായിച്ച ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവൻ ഒടിച്ചു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ബോസ് ആ ചെറിയ പയ്യനെ അടുത്തേക്ക് വിളിക്കുന്നത്. അവൻ പേടിച്ച് നിൽക്കുന്നതും അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇപ്പൊ പറയുന്നുണ്ട്, ദേ നിന്റെ അച്ഛൻ മരിക്കാൻ പോകുന്നത് നീ കണ്ടോന്ന് പറഞ്ഞ് ആ ചെറിയ പയ്യനെ എങ്ങനെ കാണിക്കുന്നതും ഈ ഒരു ചുരുണ്ട മുടിക്കാരൻ ഈ ചെറിയ പയ്യന്റെ അച്ഛനായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇവൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, തന്റെ മകൻ ഈ ഒരു വില്ലന്മാരോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അവനും വേറെ വഴിയില്ലാതെ ഈ ജോലിയെല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ചുരുണ്ട മുടിക്കാരനെ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലാൻ പോവാണ്. അത് എങ്ങനെയാന്ന് വെച്ചാല് അവനെ ആ ഒരു ഐസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇപ്പൊ ഐസ് കട്ടയാക്കി മാറ്റാൻ പോവാണ്. അങ്ങനെ അവന്റെ അച്ഛനെ കൊന്നതിന് ശേഷം ആ ഒരു ചെറിയ പയ്യനെ നേരെ നമ്മുടെ റെയിനിയെല്ലാം അടച്ചിട്ടേക്കുന്ന ആ ഒരു വലിയ ടാങ്ക് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് കൊണ്ടുവരും. അവനെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ റെയിനിക്ക് നല്ല ദേഷ്യമുണ്ട്.
കാരണം ഇവനാണ് നമ്മുടെ റെയിനി ഇവർക്ക് പിടിച്ചു കൊടുത്തത്. ഇപ്പൊ അയാൾ വന്ന് ആ ഒരു ടാങ്ക് അടച്ചിട്ട് മുകളിലേക്ക് പോകുന്നത്. റെയിനി എഴുന്നേറ്റ് ആ ഒരു ചെറിയ പയ്യന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തിനാ എന്നെ ചതിച്ചത്? വെറുതെ നിനക്ക് ആ ഒരു മുട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്? പറയുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ പയ്യൻ പറയും, പിന്നെ നീ മാത്രം അത്ര ബുദ്ധിമതിയാണോ? ഞാൻ വിളിച്ചപ്പോൾ എന്തിനാ എന്റെ പിറകെ വന്നത്? ഇതൊന്നും എന്റെ തെറ്റല്ല, നിന്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നതും റെയിനി വെറുതെ വിടോ. റെയിനി വന്നിട്ട് ആ ഒരു ചെറിയ പയ്യനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള കുട്ടികളെല്ലാം അത് കണ്ടിട്ട് ഓടി വന്നിട്ട് ഇവരെ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം താഴത്തെ ആ ഒരു ബഹളം കേട്ട് മുകളിൽ നിന്ന് ഒരുത്തൻ താഴേക്ക് ഇറങ്ങി വന്ന് രണ്ടുപേരെ പിടിച്ചു മാറ്റും. ഈ ഗ്യാപ്പിൽ നമ്മുടെ റെയിനി ആ ഒരു പടിയിലൂടെ കയറിയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് വരുന്നതും അതിൽ ആ ഒരു മൊട്ടത്തലയും വന്നിട്ട് ഈ ഒരു റെയിനിയുടെ മുഖത്തേക്ക് ഒറ്റ ചവിട്ട്. ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കുന്നില്ല. റെയിനി തെറിച്ച് താഴെ വന്ന് വീണിട്ട് അവൾക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോഴേക്കാണ് കൂടെയുള്ളവൻ പറയുന്നത്, ഹേയ്, നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? കുട്ടികളെയൊന്നും ഒരു പരിക്കും സംഭവിക്കാതെയാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതുകൊണ്ട് അവരെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞ് ഇപ്പൊ ഇവരെ ആരെയും ഒന്നും ചെയ്യാതെ അവർ രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ നവീനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും ആ വാനിലൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അവൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ആ ഒരു പെൻഡ്രൈവിലുണ്ട്. അത് നമ്മുടെ ഹീറോയ്ക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാണ്. അപ്പോഴാണ് അതിനകത്തെ ആ ഒരു മുട്ടയെ കാണുമ്പോഴത്തേക്ക് ഹീറോ പറയുന്നത്, ദേ ഇവൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നവീൻ ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ഒന്നും മിണ്ടാത്തത് കൊണ്ട് നവീന് മനസ്സിലായി ഹീറോ എന്തായാലും ഊമയാണെന്ന്. അതുകൊണ്ട് നവീൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയാണ്. ഈ മൊട്ടത്തലയനല്ലേ, ഇവനാണ് ഇവരുടെ ബോസ്. ഇവന്റെ പിറകെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ എന്റെ ഭാര്യ അന്വേഷിക്കുകയാണ്, ദേ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോ നവീന്റെ ഭാര്യ ആ ഒരു ന്യൂസിലുണ്ടല്ലോ അതിൽ കണ്ടിട്ടുണ്ട്. അതുമല്ല അവിടെയുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അതിൽ പല ഫോട്ടോസായിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് എല്ലാ ഫോട്ടോയിലും ഒരു ഐസ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയുണ്ട്. അത് ഓരോ ഫോട്ടോയിലും അവർക്ക് കാണാൻ കഴിയും. അതുമല്ല വീഡിയോയിലും എല്ലാത്തിലും ആ ഒരു വണ്ടി കാണുന്നതും അത് നമ്മുടെ ഹീറോ നവീന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് നവീൻ പറയുന്നത്, ഓക്കെ, കുട്ടികളെല്ലാവരും അടച്ചു വെക്കാനായിട്ട് അവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം വേണം, അതും ശബ്ദമൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറിക്കുള്ളിലായിരിക്കും കുട്ടികളെ അടച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു നഗരത്തിൽ നിന്ന് പുറത്താണ്, നമുക്ക് നാളെ തന്നെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയും നവീനും അവരുടെ വാനുമായിട്ട് ഈ ഒരു ഫാക്ടറിക്ക് വെളിയിലെത്തി. അപ്പോഴാണ് ഹീറോ പെട്ടെന്ന് ഡോർ തുറന്ന് പോകാനായിട്ട് വരുമ്പോൾ നവീൻ പറയും, ഏയ് നീ എങ്ങോട്ടാ പോകുന്നേ? അതിനകത്തൊരു 100 പേരുണ്ട്, അവരെ എല്ലാവരെയും അടിച്ചിട്ട് നിന്റെ മകളെ രക്ഷിക്കുക, അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പറയും, ഒട്ടും ടൈമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി കാണിക്കും. അപ്പോൾ നവീൻ ചോദിക്കും, അല്ല നിന്റെ ഐഡിയ എന്താ? ഹീറോ ഈ ഒരു ലൊക്കേഷൻ എടുത്ത് കാണിച്ചിട്ട്, ദേ പടിഞ്ഞാറ് വശത്തോടെ ഞാൻ പോകുന്നു, കിഴക്ക് വശത്തോടെ നീ വരണം, അതാണ് പ്ലാൻ എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ഡോർ തുറന്ന് പോകുന്നതും നവീന് മനസ്സിലായി ഇവൻ എന്തായാലും തടയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നവീനും അതുപോലെ തന്നെ മറ്റൊരു വഴിയെ പോവാണ്. ഇപ്പോൾ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഈ ഒരു ഫാക്ടറിക്ക് മുന്നിലൂടെ തന്നെ നടന്നു വരുന്നതും അവിടെ ജോലിക്കാരായിട്ട് നിൽക്കുന്ന സാധാരണ ആളുകളുണ്ടല്ലോ, ഹീറോമാരെ കാണുമ്പോഴാണ് സാധാരണ ആളുകൾ എല്ലാത്തിനും മാർഷൽ ആർട്സ് അറിയാം. അതുകൊണ്ട് ഹീറോ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരുത്തൻ ഓടി വരുന്നതും അവനെ പിടിച്ചൊരു ഒറ്റയടി താഴേക്ക്. ഇനി അവൻ അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി, എഴുന്നേക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞ് എന്താണ് അകത്തേക്ക് വന്ന് അവിടെയുള്ള തൊഴിലാളികളായിട്ട് ഹീറോ ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയം നവീനാണെങ്കിൽ മറ്റൊരു വഴിയെ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു മുട്ടത്തലയും വന്ന് നവീന് ഒരു ഒറ്റയിടി. ഇപ്പൊ ആ ഒരു മുട്ട പറയും, ഫാദർ പറഞ്ഞു കുറ്റമൊന്നും ചെയ്യരുതെന്ന്. അപ്പൊ ഈ ഒരു മുട്ടത്തലേന്റെ ഫാദർ ആരാണെന്നറിയോ? ആ ഒരു ബോസ് ഉണ്ടല്ലോ കണ്ണാടിയിട്ട, അവനാണ് ഇയാളുടെ ഫാദർ. രണ്ടിനെയും കണ്ടാൽ തന്നെ ഒരേ പ്രായം തോന്നിക്കും. എന്നിട്ട് ഫാദർ എന്ന്. ഇതേ സമയം മറ്റൊരു വഴിയെ നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ വില്ലന്മാരെല്ലാം കൂടി വന്നിട്ട് ഹീറോയെ തടയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അവരെ എല്ലാവരെയും വേറെ ലെവലിൽ അടിച്ച് ഒരു ഉഗ്രം ഫൈറ്റും കഴിഞ്ഞിട്ട് ഹീറോ അകത്തേക്ക് കയറി വരുന്നത്. ഇപ്പോൾ ഇവരുടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാൾ ഹീറോയെ കാണും. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു ഷോട്ട് ഗണ്ണും ഉണ്ട്. ഹീറോയെ കാണുന്നതും അയാൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹീറോ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഓടി രക്ഷപ്പെടാണ്. അപ്പോൾ ആ ഒരു ബോസ് ഇത് നല്ല ഗെയിമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ പിറകെ തന്നെ ഷൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോ അവിടെ നിന്ന് ഓടി അവസാനം ഈ ഐസ് എല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് വരുന്നതും അവിടെ നമ്മുടെ നവീനും ആ ഒരു മുട്ടത്തലേനും ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു ബോസ് അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നതും ഹീറോ അങ്ങനെ ആ ഒരു ഐസിന്റെ അടുത്തേക്ക് ചാടി വന്നിട്ട് അവിടെയെല്ലാം ഒളിച്ചിരുന്ന് അങ്ങനെ മാറി പോവാണ്. ഇതേ സമയം നവീനെ കാണുമ്പോഴത്തേക്ക് നവീന്റെ അടുത്തും അയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നവീനും അങ്ങനെ ചാടി വന്ന് ഈ ഒരു ഐസിന്റെ പിറകിൽ ഒളിച്ചിരിക്കുന്നതും ഇപ്പൊ ഇവര് രണ്ടുപേരും കണ്ടിട്ട്, ഓക്കെ നമുക്ക് എന്തായാലും ഒരു പ്ലാൻ ചെയ്യാം, നീ അയാളുടെ ശ്രദ്ധ തിരിക്കും, ഞാൻ അയാളെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നവീൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നതും ഈ ബോസ് നവീന്റെ പിറകെ ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോ മറ്റൊരു വഴിയെ തൂങ്ങി വന്ന് ഇപ്പുറത്തേക്ക് വീഴും. അപ്പോൾ ആ ഒരു ബോസ് ഹീറോയുടെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോ ആ ഒരു ഐസ് തള്ളിയിട്ട് അയാളുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഈ സമയം കൊണ്ട് നവീനാണെങ്കിലോ ഈ ഐസ് ഉണ്ടാക്കുന്ന ആ ഒരു വലിയ പെട്ടിയുണ്ടല്ലോ, അത് രണ്ടും തള്ളി ഒരു ബോസിന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതും അയാളുടെ ബോധം പോയിട്ട് അയാൾ താഴെ വീഴുന്നു. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് അയാൾ എഴുന്നേൽക്കത്തില്ല. ഇതേ സമയം ആ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ടയാണെങ്കിൽ ഒരു വലിയ ചുറ്റിയലും കൊണ്ടുവന്നിട്ട് ഇവരെ രണ്ടുപേരും അടിക്കാൻ ശ്രമിക്കുന്നതും ഇവര് രണ്ടുപേരും ആ ഒരു അടി കൊള്ളാതെ ഒഴിഞ്ഞു മാറാണ്.
അതും ഈ ഒരു ഫൈറ്റൊക്കെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു രീതി കാണുമ്പോഴത്തേക്ക് ഈ ഒരു റബ്ബർ പന്തുകളെന്ന് കുതിക്കുമല്ലോ, അതുപോലെയാണ്. ഇപ്പൊ ആ ഒരു മുട്ട നവീൻ അടിക്കാൻ വരുമ്പോഴത്തേക്ക് ഹീറോ അവനെ ചവിട്ടിക്കളയും. ഹീറോയെ അടിക്കാൻ വരുമ്പോൾ നവീൻ വന്ന് തടയും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഈ മുട്ടയെ ചവിട്ടി ദൂരേക്ക് കളയുന്നത് മുട്ട വീണ്ടും ചാടി എഴുന്നേൽക്കാണ്. ഒരു പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഇപ്പൊ മുട്ടയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ അടിക്കാനായിട്ട് വരുന്നത് ഹീറോ അങ്ങനെ ഒഴിഞ്ഞ് താഴേക്ക് വീണിട്ട് മുട്ടയുടെ അടിയിൽ കിടന്ന് ഉരുണ്ടുരുണ്ട് മുട്ടയെ മറ്റൊരു വശത്തേക്ക് നീക്കിക്കൊണ്ടുപോകും. ഈ സമയം കണ്ട് നവീൻ ഒരു വലിയ ഐസ് കട്ട കൊണ്ടുവന്ന് മുട്ടയെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് മുട്ട അപ്പോഴും ഒഴിഞ്ഞു മാറി. നവീൻ അടിക്കാൻ ശ്രമിക്കുമ്പോൾ നവീൻ മാറും. മുട്ടയുടെ ഓരോ അടിയും അത്രയും പവറാണ്. ഒരടി കൊണ്ട് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആള് കഴിഞ്ഞു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തില് നമ്മുടെ മുട്ട ഹീറോയെ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്കൊരു ഒറ്റയടി. ഇപ്പൊ താഴെ ഈ തടി കൊണ്ടുണ്ടാക്കിയ ഫ്ലോർ ആയതുകൊണ്ട് അത് പൊളിഞ്ഞ് ഹീറോ നേരെ വന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ റെയിലിനെ ബാക്കിയുള്ള കുട്ടികളെ അടച്ചു വെച്ചിരുന്ന ആ ഒരു ടാങ്കിനകത്ത്. എന്തോ ഭാഗ്യം റെയിലിയെ കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ ഇവന്മാർ അതിനു മുന്നേ തന്നെ കുട്ടികളെ എല്ലാവരെയും മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോ അകത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു കാര്യം കാണുന്നത്. റെയിലിയുടെ ആ ഒരു ഷർട്ട് ഉണ്ടല്ലോ, അതുപോലെ അതിലെ രക്തം കൂടി പറ്റിയിരിക്കുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് നല്ലതുപോലെ കരയും. കാരണം റെയിലിക്ക് എന്താ സംഭവിച്ചതെന്ന് ഹീറോ നല്ലതുപോലെ കരയും. ഈ ഒരു രക്തം കൂടി കാണുന്നതും അവന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം മുകളിലാണെങ്കിലോ ആ ഒരു മുട്ട നമ്മുടെ നവീനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരവസരത്തില് നവീന്റെ വയറിലേക്ക് ചുറ്റിയലുകൊണ്ട് ഒരു ഒറ്റയടി കൊണ്ട് നവീൻ ഇനിയിപ്പോ അനങ്ങാൻ കഴിയത്തില്ല അവിടെ ഇരിക്കുന്നതും. ഇപ്പൊ മുട്ട ചുറ്റിയലും കൊണ്ട് നടന്ന് നവീന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് പുറകില് നമ്മുടെ ഹീറോ അങ്ങനെ മാസായിട്ട് നടന്നു വരുന്നത്. കാരണം ഇപ്പൊ ഹീറോയുടെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ആ ഒരു ദേഷ്യത്തിൽ വന്ന് മുട്ടയെ പിടിച്ചു വെച്ച് 2-3 അടി. ഞാൻ ഈ ഒരു 2-3 അടിയെ ഒറ്റയടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരടിക്കുന്ന ഒരു രീതി വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഇത്തവണ നമ്മുടെ ഹീറോ നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു ചുറ്റിയല് കറക്കി മുട്ടയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. ആ ചുറ്റിയലിന്റെ വെയിറ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഊരി പോകുന്നുണ്ട്. അമ്മാതിരി അടി. അങ്ങനെ മുട്ട താഴെ വീണിട്ട് വീണ്ടും എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ഇത്തവണ ആ കാല് തെറ്റി നേരെ താഴേക്ക് വന്ന് വീഴുന്നത്. ഇപ്പോ ഹീറോ ചാടി താഴേക്ക് ഇറങ്ങി മുട്ടയെ പിടിച്ചു വെച്ച് മുട്ടയുടെ മൂക്കിനെ നോക്കി 2-3 അടി. കാരണം മുട്ടയെ ഇടിച്ച് കൊല്ലാൻ പോവാണ്. അപ്പോഴേക്കും നവീൻ പെട്ടെന്ന് താഴേക്ക് വന്ന് ഹീറോയെ പിടിച്ചു മാറ്റിയാണ്. കാരണം ഈ കുട്ടികളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ ജീവനോടെ വേണമല്ലോ. പക്ഷെ മുട്ടയ്ക്ക് ബോധമില്ല. അത് കഴിഞ്ഞ് ഹീറോ നേരെ ആ ഒരു ഷോട്ട് ഗൺ എടുത്ത് ഈ ബോസിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും അപ്പോഴും നമ്മുടെ നവീൻ വന്ന് അവനെ തടഞ്ഞിട്ട്, ഹേയ് നീ എന്തായി ചെയ്യുന്നേ? അവരെ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇവര് മാത്രമാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലരുതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ തടഞ്ഞു വെക്കുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഷാൻ എന്ന് പറഞ്ഞ അവനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ അവന്റെ ഭാര്യയായിട്ട് വീട്ടിൽ നിൽക്കാണ്. വേറൊന്നുമല്ല, അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് ഡോക്ടർ വന്നിട്ട് ആ ഒരു ഭാര്യയെ പരിശോധിച്ച് ഇപ്പൊ കുഞ്ഞിന്റെ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഷാൻ ആ ഒരു കുഞ്ഞിന്റെ പേരെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഷാനിന് ഒരു കോൾ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഫാക്ടറിയിൽ നടന്ന ഫൈറ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് വിളിച്ചു പറയുന്നത് വേറെ ആരുമല്ല, ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാള് ഇപ്പൊ ഈ ഒരു വില്ലന്മാരുടെ ആളായിരുന്നു. ഇപ്പൊ ആ ഒരു ഫാക്ടറിയിൽ പ്രശ്നം ഉണ്ടാക്കിയത് സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു ചൈനക്കാരനും അതേപോലെ തന്നെ ആ ഒരു ഡോക്ടർ നവീനുമാണെന്ന് നമ്മുടെ ഷാനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷാനിനെ അവന്റെ അമ്മായിയപ്പനും അതേപോലെ തന്നെ കുറച്ച് ബിസിനസ്സുകാരും വിളിക്കാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ ഇവരുടെ ഫാക്ടറിയിൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഷാനിനെ വിളിച്ചു ചേർത്തി. ഇപ്പൊ ഷാനിനെ അവരെല്ലാവരും കൂടി വഴക്ക് പറയാണ്. അപ്പൊ ഷാൻ പറയുന്നുണ്ട്, സോറി സാർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ ബാക്കി ഞാൻ നോക്കിക്കോളാം, ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഷാനിന്റെ അടുത്തേക്ക് വന്ന് ഷാനിന്റെ നേർക്ക് വിരല് ചൂടിയിട്ട് ഭയങ്കര ദേഷ്യമാണ്. ഇവൻ വെറും മണ്ടനാണ്, ഇവരെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഇയാളെ ഇന്ന് നോക്കി വെച്ചേക്ക്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഷാനൊന്നും മിണ്ടത്തില്ല. ഷാൻ എന്തായാലും ഒക്കെ ഇതെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ഇവിടെ ഫാക്ടറിയിൽ ആ ഒരു ബോസ് സാങ് ഉണ്ടല്ലോ, അയാളെ ഇപ്പോൾ ഒരിടത്ത് കെട്ടിയിട്ടിട്ട് നമ്മുടെ ഹീറോയും നവീനും കൂടി ചേർന്ന് അയാൾക്ക് ഷോ കൊടുക്കാണ്. അപ്പോൾ ഹീറോ കുറേ നേരമായിട്ട് ഈ നിർത്താതെ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഷോ കൊടുക്കുന്നതും ഇത് കണ്ട ഷാൻ ഓടി വന്നിട്ട് അതങ്ങ് തടയും. എന്നിട്ട് സാങ് എന്ന് പറഞ്ഞ ആ ഒരു ബോസിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ, കുട്ടികളെല്ലാം എവിടേക്കാണ് മാറ്റിയേക്കുന്നത്, നിന്നെ പറ്റിയുള്ള എല്ലാ വിവരവും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിന്റെ വിവരം മുഴുവൻ ഞാൻ പുറത്തുവിടും. അത് കഴിഞ്ഞാലേ നിന്റെ ജീവിതം എന്താണെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് അത് പറയാൻ പറയുമ്പോൾ സാങ് പറയും, ഓ അപ്പോൾ നിങ്ങളും ആ ഒരു പത്രപ്രവർത്തകയെ പോലെയാണല്ലേ. അവസാനമായിട്ട് ഞങ്ങളെ അന്വേഷിച്ച് വന്ന അവളുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളെന്ന് പറയുമ്പോഴത്തേക്കാണ് നവീൻ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ മാറ്റി ഉണ്ടല്ലോ നവീന്റെ ഭാര്യ, അവളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നവീൻ പെട്ടെന്ന് അവളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, ദേ ഇവരാണോ, ഇവളെയാണോ നീ അവസാനമായിട്ട് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ സാങ് എന്ന് പറഞ്ഞ ആ ഒരു ബോസിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയാൾ ഒന്നും ഇടാൻ നിൽക്കുന്നതും തന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ നവീൻ പെട്ടെന്ന് പുറകിലേക്ക് പോയിട്ട് ഇപ്പോൾ ഹീറോ അത്രയും നേരം നിർത്താതെ അയാൾക്ക് ഷോ കൊടുക്കുമ്പോഴത്തേക്കും നവീൻ വന്ന് തടഞ്ഞില്ല. പക്ഷെ നവീനാണെങ്കിലും ഇപ്പോൾ വന്ന് അതങ്ങ് ഓണാക്കി വിട്ടുകൊടുക്കുന്നതും നല്ലതുപോലെ ഷോ കടിക്കുന്നുണ്ട്. ഇത് കണ്ട അവസാനം നമ്മുടെ ഹീറോ വന്നാണ് അത് ഓഫ് ചെയ്യുന്നത്.
അപ്പോഴാണ് സാങ് ഓക്കെ ഞാൻ പറയാം, സ്നേക്ക് പീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് കുട്ടികളെ കൊണ്ടുപോയത്. അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കും ജീവനോടെ പുറത്തിറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും. ഇപ്പൊ ഇവിടെ സ്നേക്ക് പീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അതൊരു തെരുവാണ്. അവിടെയുള്ള ഏതൊരു ബിൽഡിങ്ങിനാണ് ഈ കുട്ടികളെ പൂട്ടിയിട്ടേക്കുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ കുട്ടികളെല്ലാവരും കൊണ്ട് ഒരു മുറിക്കകത്തേക്ക് പൂട്ടിയിട്ടിട്ട് ആ വില്ലന്മാര് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും നമ്മുടെ റെയിനി ഉണ്ടല്ലോ, അവളിപ്പോ ഇതിന്റെ ഡോർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോഴാണ് ആ ഒരു കാല് വയ്യാത്ത പയ്യൻ പറയുന്നത്, നീ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അവര് നമ്മളെ പിടിച്ചു കഴിഞ്ഞാലേ നമ്മളെ അവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ റെയിനി പറയും, നമ്മൾ ശ്രമിക്കാതിരുന്നാലാണ് പ്രശ്നം. അപ്പൊ ആ ഒരു പയ്യൻ പറയും, ദേ ശ്രമിച്ചതിന്റെ ബലമാണ് എന്റെ കാല് കണ്ടോ, എന്റെ കുടുംബത്തെ അവരെന്റെ കൺമുന്നിൽ വെച്ചാണ് കൊന്നത്, അതുകൊണ്ട് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നെല്ലാം ആ ഒരു പയ്യൻ വിഷമിച്ച് പറയുമ്പോഴത്തേക്ക് റെയിനി പറയും, ഇല്ല നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്കും നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ടാണ് നമ്മുടെ റെയിനി അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ നോക്കുമ്പോഴത്തേക്കും അതിന് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതിന്റെ അടപ്പ്. അപ്പൊ അത് നമ്മുടെ റെയിനി ഒരു കോയിൻ വെച്ചിട്ട് ആ ഒരു അടപ്പ് മാത്രം ഊരിയെടുത്ത് അത് കൊണ്ടുവന്ന് ഈ ഒരു കമ്പി മുറിച്ച് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊരിക്കലും നടക്കത്തില്ല എന്നറിയാമെന്നാലും റെയിനി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ പയ്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. ഇതേ സമയം ഇതിനകത്തേക്ക് ഒരുത്ത കയറി വരുന്നുണ്ട്. അവൻ വന്നിട്ട് എന്താണ്, ഹേയ് നമ്മുടെ റെയിനിയെ കണ്ടിട്ട് നിന്നെയാണ് ബോസ് കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞത്, അതുകൊണ്ട് വാന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുന്നതും റെയിനിയുടെ കയ്യിൽ ആ ഷാർപ്പായിട്ടുള്ള അടപ്പിരിപ്പുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് അയാളുടെ കയ്യിലേക്ക് ഒരു വെട്ട്, അതേപോലെ തന്നെ കഴുത്തിൽ ഒരു വെട്ട് കൊടുത്തിട്ട് ഇപ്പൊ അയാളെ ഈ ചവിട്ടി താഴേക്കിട്ട് ബാക്കിയുള്ള കുട്ടികളെയും വിളിച്ച് ബാ 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 നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് വെളിയിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു പയ്യന് വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും അവനെയും വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവരെല്ലാവരും രക്ഷപ്പെട്ട് അങ്ങനെ ഓടുന്നതും കുറെ സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ കുട്ടികളെ നമ്മുടെ റെയിനി കുറെ മുന്നിലേക്ക് ഓടിപ്പോകും. പക്ഷെ ബാക്കിയുള്ള കുട്ടികളെ വില്ലന്മാരെ വന്ന് പിടിച്ച് വീണ്ടും പുറകിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയെ നവീനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും സ്നേക്ക് പിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് ആ ഒരു ബിൽഡിംഗ് ഇവർ രണ്ടുപേരും കണ്ടുപിടിച്ച് ഇപ്പൊ അതിന് മുകളിലേക്ക് കയറാണ്. മുകളിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇവർ അറിയുന്നില്ല. അതുമല്ല ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് നവീൻ ഉണ്ടല്ലോ, അവൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ലൈവായിട്ടിടും. എന്താന്ന് വെച്ചാല് ഇതുപോലെ എന്റെ ഭാര്യയുടെ പേര് മാറ്റിയ എന്നാണ്, അവളൊരു പത്രപ്രവർത്തകയാണ്, ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു സംഘത്തിന്റെ പിറകെയാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അവള് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ പിറകെയാണ് ഞാനും പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഈ ഒരു വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നവീൻ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത് കാണുന്ന സാധാരണ ജനങ്ങളും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരെല്ലാവരും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പോലീസുകാരെയും കാണുന്നുണ്ട്. ഇതുകൂടി കാണുന്നത് പോലീസുകാരെ വിളിച്ചിട്ട് നേരെ ഈ സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ റെയിനി ഓടി പോയിട്ട് ഈ ബാക്കി കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി റെയിനി വീണ്ടും തിരിച്ചു വരും. അപ്പോൾ വില്ലന്മാർ വരുന്നത് കണ്ട് റെയിനി അങ്ങനെ ഓടി വരുന്നത് കുറച്ച് വില്ലന്മാർ അവളുടെ മുന്നിൽ വന്നിട്ട് അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒരു ഒറ്റ ചവിട്ട് താഴെ വീണ റെയിനിയുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ട്. അതും തുടച്ചു കളഞ്ഞിട്ട് റെയിനി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര സീൻ, വേറൊന്നുമല്ല. അങ്ങനെ ആ ഒരു വില്ലന്മാരുടെ പിറകെ തന്നെ നമ്മുടെ ഹീറോ വരുന്നു. എന്നിട്ട് ഓരോന്നിനെ അടിച്ച് താഴെ കിട്ടുകയാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ നവീന് ഹീറോയും കൂടി ചേർന്ന് ബാക്കി എല്ലാവരും അടിച്ച് താഴെ കിട്ടിട്ട് ഇപ്പൊ നമ്മുടെ റെയിനിയെ കാണുമ്പോൾ അവളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ റെയിനി പറയുന്നുണ്ട്, സോറി അച്ഛാ, ഞാൻ അങ്ങനെ ഒരിക്കലും അച്ഛനെ വിട്ട് പോകരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ട് ഇത് കാണുന്ന നവീന് നല്ല സന്തോഷമായി, കാരണം ഹീറോയുടെ മകളെ കിട്ടിയല്ലോ. അപ്പൊ പറയും ശരി ബാ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് റെയിനി അവിടെ നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ റെയിനി പറയും, അച്ഛൻ എന്നെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ അതിനകത്തുണ്ട്, അവരെല്ലാവരെയും അവരിനി ഉടനെ തന്നെ കൊല്ലും, അതുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട നവീൻ പറയും, മോളെ നീ നല്ലതുപോലെ തന്നെ ചെയ്തു, നിനക്ക് നല്ല മനസ്സാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് പറയും, നിനക്ക് നിന്റെ മകളെ കിട്ടിയാലോ, ശരി ഇവിടെ നിന്ന് പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. നമ്മുടെ നവീൻ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് നവീൻ ഉള്ളിലേക്ക് വന്നിട്ട് അവരോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ആ ഒരു കുട്ടികളെല്ലാം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം വെളിയിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരി അതേപോലെ തന്നെ പോലീസ് സേനയും എല്ലാവരെയും കൊണ്ടുവന്ന് ആ ഒരു ബിൽഡിങ്ങിന് വെളിയിൽ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇതേ സമയം അവരുടെ ചീഫ് ഉണ്ടല്ലോ, അയാൾ ഈ ഒരു വില്ലന്മാരുടെ ആളായതുകൊണ്ട് അയാൾ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഈ ഒരു പോലീസുകാരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി അവരെ ആരെയും അകത്തേക്ക് വിടത്തില്ല. ഇവരെത്ര പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അയാൾ അകത്തേക്ക് വിടുന്നില്ല. ഇതേ സമയം വെളിയിൽ നിന്നും ഒരുപാട് റൗഡികൾ ആയുധങ്ങളുമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിപ്പോവാണ്. സത്യത്തിൽ ഇതെല്ലാം വെറുതെ നോക്കി നിൽക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവർക്കാർക്കും. അതുകൊണ്ട് നമ്മുടെ പോലീസുകാരിക്കും അതേപോലെ തന്നെ ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റൗഡികളെല്ലാം അകത്തേക്ക് കയറി പോകുന്നതും നമ്മുടെ ഹീറോയും റെയിനിയും ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ഈ റൗഡികളുണ്ടല്ലോ അവരകത്തേക്ക് കയറി പോകുന്ന ആ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ റെയിനി ഹീറോയെ ഒരു നോട്ടം നോക്കും. ഇതിലൂടെ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി നവീനെ സഹായിക്കാനായിട്ട് റെയിനി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുന്ന ഒരു ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് റെയിനിനെയും കൂട്ടി ഇപ്പൊ മുകളിലേക്ക് പോകുന്നു. ഇതേ സമയം നമ്മുടെ നവീനെ കാണിക്കുമ്പോൾ ആ ഒരു കുട്ടികളെല്ലാം രക്ഷപ്പെടുത്തി
നവീൻ അവരെയും കൊണ്ട് വെളിയിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ ഒരു വില്ലന്മാരാണെങ്കിലും അകത്തേക്ക് വന്നിട്ട് നവീനെയും കുട്ടികളെയും കാണുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് ഓടുന്ന വഴിക്ക് ഏതോ ഒരു റൂം കിട്ടിയിട്ട് നവീൻ ഇപ്പോൾ കുട്ടികളോട് പറയും, ഓക്കെ എല്ലാവരും അതിനകത്തേക്ക് കയറുന്നു പറഞ്ഞ് കുട്ടികളെല്ലാവരും അതിനകത്തേക്ക് കയറുന്നതും നവീനും അകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഡോറ് അവനകത്ത് നിന്ന് തള്ളി പിടിക്കുകയാണ്. ഈ ഒരു വില്ലന്മാരാണെങ്കിൽ വെളിയിൽ വന്നിട്ട് ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നവീന് മനസ്സിലാവുന്നില്ല ഇത് ആരാണെന്ന്. കാണിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയും റെയിനി ഉണ്ടല്ലോ. ഇവര് രണ്ടുപേരായിരുന്നു. ഹീറോ ബൈക്ക് നല്ല വേഗതയിൽ ഇവരെല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ പോകുന്നതും റെയിനി പുറകിൽ എഴുന്നിട്ട് ഒരു പൈപ്പ് വെച്ച് ഇവരെല്ലാവരും അടിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ നവീൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് റെയിനി നവീനെ നോക്കിയിട്ട് പറയുന്നത്, അങ്കിൾ ഞങ്ങൾ സഹായിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നത്. നവീനും സന്തോഷമായിട്ട് അവനിപ്പോ ബാക്കിയുള്ളവരോട് ഫൈറ്റ് ചെയ്ത് ഇതേ സമയം നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ റെയിനിയും ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഈ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവരോട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് റെയിനി നവീനെയും കൂട്ടി ഇനിയും ഒരുപാട് കുട്ടികൾ അടച്ചിട്ടുണ്ടല്ലോ ആ ഒരു മുറിയിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും വെളിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോഴേക്കാണ് ആ ഒരു കാല് വയ്യാത്ത പയ്യൻ അവർ റെയിനിയോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. കാരണം അവന് നല്ല പേടിയാണ്. അങ്ങനെ എല്ലാവരെയും വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇവര് ഈ കുട്ടികളെ കൊണ്ട് മുകളിലേക്ക് പോകും. അങ്ങനെ ഓടി ഓടി മുകളിലേക്ക് വന്നൊരു റൂമിലേക്ക് കുട്ടികളെല്ലാവരെയും കയറ്റുന്നതും ഇപ്പൊ നവീനും ഹീറോയും താഴെ നിന്ന് ഈ താഴെ വരുന്ന ഒരു വില്ലന്മാരുണ്ടല്ലോ അവരെല്ലാവരും തടഞ്ഞു നിർത്താണ്. അതും ഈ ഒരു ചക്കക്കൂട്ടം കണ്ട ഈച്ചകളെ പോലെയാണ് ഈ ഒരു വില്ലന്മാരെല്ലാം കൂടി ഓടി വരുന്നത് ഈ കുട്ടികളെ പിടിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഹീറോയും നവീനും ഈ രണ്ടുപേരെ കൊണ്ട് ഇത്രയും പേരെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവര് രണ്ടുപേരും അവരെല്ലാവരും തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കുട്ടികളെ മുകളിലേക്ക് കയറിയിട്ട് ഇവർക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴിയില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജനാല വഴി താഴേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ അതെങ്ങനെ? അപ്പോഴാണ് ആ ഒരു കാല് വയ്യാത്ത പയ്യൻ ആ റൂമിലുള്ള കർട്ടനും അതേപോലെ തന്നെ വലിയ തുണിയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടാൻ പറയും. അപ്പൊ എല്ലാ കുട്ടികളും ചേർന്ന് ആ തുണികളെല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഇപ്പൊ അതെടുത്ത് താഴേക്ക് ഇടുമ്പോൾ ഇവർക്ക് അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള നീളമായി. ഇപ്പൊ ആ ഒരു കാല് വയ്യാത്ത പയ്യനാണെങ്കിലോ അടുത്തുള്ള കമ്പിയിൽ വെച്ചിട്ട് ഈ ഒരു തുണി ഇങ്ങനെ വലിച്ചു പിടിച്ച് ഓരോ കുട്ടികളോട് ഇറങ്ങാൻ പറയും. അങ്ങനെ എന്തായാലും ഓരോ കുട്ടികളായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് കണ്ട നാട്ടുകാരുണ്ടല്ലോ അവിടെയുള്ള ജനങ്ങള് അവരെല്ലാവരും ഇത് കണ്ട് പോലീസുകാരോട് പറയുന്നത് കുട്ടികൾ താഴേക്ക് ഇറങ്ങുന്നു എന്ന് ഈ പോലീസുകാരോട് പറയുമ്പോഴത്തേക്കും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവര് വെറുതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തിനാ വെറുതെ പോലീസിൽ നിൽക്കുന്നത്, ഈ ജോലി കളഞ്ഞിട്ട് പോകുന്നില്ല പറഞ്ഞ് നാട്ടുകാരെ ഉള്ളിലേക്ക് വിടത്തില്ല. ഇവരും അവിടേക്ക് പോകത്തില്ല. ഇവിടെ അകത്താണെങ്കിലും നമ്മുടെ ഹീറോയും നവീനും ഒറ്റയ്ക്ക് നിന്ന് അത്രയും ഗുണ്ടകളെ നേരിടുകയാണ്. ആരൊക്കെ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചാലും ഇവര് ഒരു വിധത്തിലും അവര് മുകളിലത്തെ റൂമിലേക്ക് കയറാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇവിടെ നമ്മുടെ ആ ഒരു പോലീസുകാരെയും കോൺസ്റ്റബിൾ ഉണ്ടല്ലോ അവരുടെ ചീഫ് പറയുന്ന അങ്ങേര് പറയുന്ന ഒരു കാര്യം കേൾക്കത്തില്ല. അവസാനം ഇവര് രണ്ടുപേരായിട്ട് ബാക്കിയുള്ള പോലീസുകാരെയും കൂട്ടി അതേപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ താഴേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഓരോ കുട്ടികളായിട്ട് താഴേക്ക് ഇറങ്ങി അവസാനം നമ്മുടെ റെയിനിയും ആ ഒരു കാല് വയ്യാത്ത പയ്യനാവും. അപ്പോൾ റെയിനി പറയും, ശരി നീ താഴേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ ആ ഒരു പയ്യൻ പറയും, ഇല്ലില്ല നീ താഴേക്ക് ഇറങ്ങി, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റെയിനിക്ക് മനസ്സില്ല. എന്നാലും അവള് പതിയെ ആ ഒരു തുണിയിലെ പിടിച്ചിട്ട് ഇപ്പോൾ താഴേക്ക് ഇറങ്ങാണ്. എല്ലാവരും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇപ്പൊ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം. ഈ തുണി പെട്ടെന്ന് കീറിയിട്ട് റെയിനിയുടെ പിടിവിട്ട് അവൾ താഴേക്ക് വീഴുന്നതും താഴെയുള്ള ആളുകളും പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് താഴേക്ക് വീഴുമ്പോൾ അവര് വലിയൊരു തുണി കൊണ്ടുവന്നിട്ട്, തുണിയോ ടാർപ്പിയോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ്, അത് കൊണ്ടുവന്ന് നമ്മുടെ റെയിനിയെ സേഫ് ആയിട്ട് അവരങ്ങ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് റെയിനിക്ക് വേറെ കുഴപ്പമില്ല. ഇപ്പൊ അവര് ചെറിയ പയ്യനാണെങ്കിലോ അവനും ആ ഒരു ജനാല വഴി വെളിയിലേക്ക് ഇറങ്ങി അവനിപ്പോ ചാടാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വേറൊരു വില്ലൻ. ഇപ്പൊ അവൻ നേരെ വന്നിട്ട് ഈ ഒരു ചെറിയ പയ്യനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ അവന്റെ കാലിലേക്ക് കടിച്ചു കൊടുക്കും. അപ്പോഴാണ് അവൻ എന്താ ചെയ്യുന്നറിയോ, ഈ ചെറിയ പയ്യനെ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്ക് എറിയാനായിട്ട് വരുന്നതും ഒരു തോക്ക് ഫയർ ആവുന്ന ശബ്ദം. എന്താന്ന് വെച്ചാലേ ആ വില്ലനെ താഴെ നിന്ന് നമ്മുടെ പോലീസുകാരി ഷൂട്ട് ചെയ്ത് കൊന്നു. അതുകൊണ്ട് ആ ഒരു ചെറിയ പയ്യന് വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ സേഫായിട്ട് മുകളിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ നവീന ഹീറോയെ കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തില് പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നിന്നും അകത്തേക്ക് പോലീസുകാർ കയറി വന്ന് അതിലൊരു ഈ റവടികളിൽ ഒരുത്തനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത് ബാക്കി എല്ലാവരും പേടിച്ചു പോകും. അതുകൊണ്ട് ബാക്കി എല്ലാവരും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും നമ്മുടെ നവീനും ഹീറോയും ഇപ്പോൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് ഈ ഒരു പോലീസുകാർ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താവുമെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ എല്ലാവരും സേഫായിട്ട് വെളിയിലേക്ക് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് നവീൻ വന്ന ഒരു പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, മേഡം ഇതെന്റെ വൈഫാണ്, ഇവരെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും ഇല്ലാന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ന്യൂസിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അറിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കുട്ടികളെ കടത്തുന്ന ആളുകളുണ്ടല്ലോ അവരെ പറ്റിയുള്ള കാര്യം പുറം ലോകം എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇതിലെ പ്രധാന ആളുകൾ, ഇത് നിയന്ത്രിക്കുന്ന ആളുകൾ അവരെ പറ്റി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതുപോലെ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയവരിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെയും എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. ഇതേ സമയം നമ്മുടെ ഷാനിനെ കാണിക്കുമ്പോൾ ഷാൻ നേരെ അവന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ വന്ന് ഇറങ്ങുന്നതും ഷാനിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ഇല്ല ബേബി, ഒരു കുഴപ്പമില്ല, നീ അകത്തേക്ക് പോ, ഞാൻ സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞു. ഇപ്പൊ ഷാൻ അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മായിയപ്പനും അയാളുടെ കൂടെ ഈ ഒരു പണം ഇറക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ പോലീസുകാരൻ, ഇവരെല്ലാവരും ചുറ്റിനും ഇരുന്ന് നമ്മുടെ ഷാനിനെ കുറ്റപ്പെടുത്തുന്നു. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് അത്രയും കുട്ടികൾ മിസ്സായി പോയല്ലോ. അപ്പോഴാണ് നേരത്തെ ഒരുത്തൻ ഒരു സീഡ് ഞാൻ പറഞ്ഞല്ലോ ഇയാളെന്ന് നോക്കി വെച്ചേക്കാനായിട്ട്, അവൻ വീണ്ടും വിരൽ ചൂണ്ടി ഷാനിനോട് സംസാരിക്കുമ്പോൾ ഷാനിനാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് നിൽക്കാണ്. ഷാൻ അങ്ങനെ അവന്റെ വിരല് കടിച്ച് അത് മുറിച്ചങ്ങെടുക്കും. എന്നിട്ട് ആ ഒരു വിരല് വായിൽ നിന്ന് എടുത്ത് താഴേക്ക് വെക്കുന്നതും ഇപ്പൊ അവിടെയുള്ള മദ്യക്കുപ്പി എടുത്തിട്ട് അത് അടിച്ചു പൊട്ടിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാത്തിനെയും കുത്തി കുത്തി കൊല്ലുകയാണ്. കാരണം ഷാനിന് അത്രയും ദേഷ്യമുണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാ കിളവന്മാരെയും കുത്തിക്കൊന്നിട്ട് ആ ഒരു പോലീസുകാരനെന്ന് പോലും നോക്കത്തില്ല, അയാളെയും കൊല്ലും. അയാളെ കൊന്നിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു അമ്മായിയപ്പൻ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന വാളെടുത്തിട്ട് ഷാനിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. വെറുതെ വിടോ, ഒരിക്കലുമില്ല. ഇപ്പൊ തന്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങേരുടെ കയ്യിൽ നിന്ന് ആ ഒരു വാള് പിടിച്ചു വാങ്ങി അങ്ങേരുടെ വയറ്റിലേക്ക് തന്നെ കുത്തിയിറക്കി അയാളുടെ വയറ് കീറി അയാളെയും കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇതിനകത്തേക്ക് വരുന്ന ഓരോരുത്തരെയും ഈ ഐസ് എടുക്കുന്ന ഒരു മൂർച്ചയുള്ള കമ്പിയുണ്ട്, അത് വെച്ചിട്ട് എല്ലാവരെയും ഒന്നും നോക്കുന്നില്ല. ഒരുപാട് പേര് വരുന്നത് കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു നിന്ന് എല്ലാവരെയും കുത്തി കുത്തി അവസാനം ഒരാളെ കുത്തുന്നുണ്ട്. അവിടെയാണ് ഒരു ടെസ്റ്റ്. അത് വേറെ ആരുമല്ല, ഷാനിന്റെ വൈഫായിരുന്നു. അതും അറിയാതെയാണ് അവളെ കുത്തുന്നത്. കുത്തുകൊണ്ട് അവൾ താഴെ വീഴുന്നതും ഈ രീതിയിൽ കുത്തുകൊള്ളുമ്പോൾ അവന്റെ ഭാര്യയ്ക്ക് എന്തായാലും പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കൂടാതെ അവൾ പ്രഗ്നന്റും കൂടിയാണ്. ഇപ്പൊ ഷാനിന്റെ മുന്നിൽ കിടന്ന് തന്നെ അവളും മരിക്കുന്നതും ഇപ്പൊ ഷാനിന് എങ്ങനെയുണ്ടാവും, ഭയങ്കര ദേഷ്യമായി. കാരണം ഇതിനെല്ലാം കാരണക്കാരാണ് നമ്മുടെ ഹീറോയും നവീനും. അവർ ആ ഒരു കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ അമ്മായിയപ്പന് ബാക്കിയുള്ളവർക്കും ദേഷ്യം വന്നത്, അവരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. അവരോട് ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അറിയാതെ തന്റെ ഭാര്യയെ കൊന്നത്. ആ ഒരു ദേഷ്യം അവനുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു ലോജിക്ക് പോകുന്നത്. ഇപ്പൊ ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ, അതേപോലെ തന്നെ കാലുവേത്ത ആ ഒരു പയ്യൻ, റെയ്നി, നവീൻ, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. പക്ഷെ പോലീസുകാര് അറസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ആരെയൊക്കെയെന്നറിയോ, നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ നവീനെ. കാരണം ഇവർ സ്വയം ചെന്നിട്ട് അവിടെ അക്രമം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല പോലീസുകാർ. പക്ഷെ ആ ഒരു പോലീസുകാർ പറയുന്നുണ്ട്, നിയമം അങ്ങനെ ആയതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത്, നിങ്ങൾക്ക് രാവിലെ തന്നെ പോവാം എന്ന് പറഞ്ഞ് നമ്മുടെ നവീനെയും ഹീറോയെയും താഴെയുള്ള സെല്ലിൽ അടച്ചിടുന്നു. അങ്ങനെ നവീൻ ഹീറോയോട് സംസാരിക്കുകയാണ്. ഓക്കെ, നിന്റെ കുട്ടിയെ കണ്ടെത്തി, അതുകൊണ്ട് അവളെ കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നല്ല രീതിയിൽ അവളെ വളർത്താൻ നോക്ക്. നീ ഒരുപാട് കുട്ടികളെ രക്ഷിച്ചു, അല്ല നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ഹീറോ പറയത്തില്ല. ഇതേ സമയം നമ്മുടെ മൊട്ടത്തലേനുണ്ടല്ലോ, അടികൊണ്ട അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. ഷെടാ, ഇവൻ ആര്? അവൻ ഇപ്പോൾ എഴുന്നേറ്റ് ഈ ഫാക്ടറിക്ക് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് ആ ബോസ് സാങ് ഉണ്ടല്ലോ, അങ്ങേരുടെ ദേഹത്ത് ഒരുപാട് അമ്പുകൾ ചെയ്ത് അയാളെ കൊന്ന ആ ഒരു വണ്ടിയിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. ഇത് കണ്ട ആ മൊട്ടത്തലേൻ എങ്ങനെയുണ്ടാവും, നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മൊട്ടത്തലേൻ അവിടെ ഇരിക്കുന്നതും ഇതേ സമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ ഒരു വണ്ടി ഒന്ന് കിടപ്പുണ്ട്. ഈ വണ്ടിക്കകത്തുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഷാനും അതേപോലെ തന്നെ ആ ഒരു അമ്പും വില്ലും യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു മുടിയൻ അപ്പൂപ്പനുണ്ടല്ലോ, അയാളും. ഇപ്പൊ അയാളെ സ്റ്റേഷനകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഷാൻ. അയാളകത്തേക്ക് കയറി വരുന്നതും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാലോ. അകത്തേക്ക് വന്നിട്ട് ഓരോ പോലീസുകാരായിട്ട് അയാൾ അമ്പ് ചെയ്ത് തന്നെ കൊല്ലുന്നു. ഈ പോലീസുകാർക്ക് തോക്കെടുക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് സ്റ്റേഷനകത്തുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നതും ഇപ്പൊ ചുവന്ന ലൈറ്റുകൾ മാത്രം തെളിയുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള പോലീസുകാരാണല്ലോ, അയാള് ആ ഒരു ലേഡി പോലീസിനോട് ഓക്കെ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേക്കും ഓരോ പോലീസുകാർ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് അവനിപ്പോ തോക്കും എടുത്ത് അതാരാണെന്ന് നോക്കി നോക്കി വരികയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ മുടിയൻ വില്ലനുണ്ടല്ലോ, അയാൾ വന്നിട്ട് അയാളുടെ കത്തി ഉപയോഗിച്ച് ഈ പോലീസുകാരനെ ദേഹം മുഴുവൻ അവിടെ ഇവിടെയെല്ലാം വെട്ടി വെട്ടി പോലീസുകാരൻ താഴേക്ക് വീണിട്ട് ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നതും ഇയാൾ അമ്പ് കൊണ്ട് പുറകെ പോവും. എന്നിട്ട് എന്താണ്, ഒരു മൂലയ്ക്ക് എത്തുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് ആ അമ്പ് ചെയ്ത് പോലീസുകാരനെ അവിടെ വെച്ച് കൊല്ലും. സത്യം പറയാലോ, ഈ ഒരു മൂവിയിലെ കൊടൂര വില്ലൻ അത് ഷാനൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുടിയൻ അപ്പൂപ്പനാണ്. അമ്മാതിരി സ്വാഗാണ്, ഒരു വില്ലൻ സ്വാഗ് ഉണ്ടല്ലോ, അതുപോലുള്ള സ്വാഗാണ് ഇങ്ങേർക്ക്. അങ്ങനെ അയാള് തന്റെ അമ്പും വില്ലും മാത്രം വെച്ചുകൊണ്ട് ഈ തോക്ക് കൊണ്ട് വന്നിട്ടും പോലീസുകാർക്ക് ഒരു ഉപയോഗമില്ല. അയാൾ ഇത് രണ്ടും മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു പോലീസുകാരെ എല്ലാവരെയും ഭയങ്കരമായിട്ട് കൊല്ലുന്നു, കൊടൂരമായിട്ട്. അങ്ങനെ കൊന്നു കഴിയുമ്പോഴത്തേക്കും ഈ താഴെയുള്ള ആ ഒരു ശബ്ദം കേട്ട നമ്മുടെ പോലീസുകാരി ഉണ്ടല്ലോ, അവൾ ഓടി അവിടേക്ക് വന്ന് ഇവനെ കണ്ടിട്ട് അവൻ അമ്പ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഒഴിഞ്ഞു മാറിയ അവസാനം ആ മുടിയൻ വില്ലനുണ്ടല്ലോ, അയാളെ തോക്ക് കാണിച്ചിട്ട് അവിടെ നിർത്താൻ പറയുന്നതും അവനിപ്പോ ഒന്നും ചെയ്യാതെ നിൽക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ പുറകിലൂടെ വന്ന ഷാൻ ഒരു വലിയ കമ്പി എടുത്തിട്ട് ഈ ഒരു പോലീസുകാരുടെ തോളിലേക്ക് ഒരു ഒറ്റക്കുത്ത്, എന്നിട്ട് ഒരു ഒറ്റയടി അവർ തെറിച്ച് ദൂരേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. മരിച്ചില്ല എന്നറിയത്തില്ല, പക്ഷെ അവർ അനങ്ങുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ ഹീറോയെ നവീനെ തിരക്കി വരികയാണ്. ഇതേ സമയം ഈ മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലായിട്ട് നമ്മുടെ ഹീറോയും നവീനും കൂടി ഈ പോലീസുകാരന്റെ കയ്യിൽ നിന്നും ഈ ഒരു സെല്ലിന്റെ കീ ഉണ്ടല്ലോ അത് താഴെ വീണിട്ടുണ്ട്. അത് കയ്യെത്തി ഇവര് രണ്ടുപേരും എടുക്കാണ്. ഇതേ സമയം ഷാനും ആ ഒരു മുടിയനപ്പൂവനും ഇവര് രണ്ടുപേരും ആ ഒരു സെല്ലിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ
അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയും നവീനും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയെ നവീനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഇവരിപ്പോൾ അവിടെ നിന്ന് മുകളിലൂടെ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ രണ്ട് വില്ലന്മാരും ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇപ്പൊ അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ, ആ അവസ്ഥയായിപ്പോയി. അപ്പോഴാണ് ആ ഒരു വില്ലനുണ്ടല്ലോ അമ്പ് ചെയ്യുന്ന, അവനിപ്പോ ഇവരെ അമ്പ് ചെയ്യാനായിട്ട് എയിം ചെയ്യുന്നതും പെട്ടെന്ന് കാലിലൊരു കൈ വന്ന് പിടിക്കുന്നു. അപ്പൊ അയാളുടെ അമ്പ് മിസ്സായിപ്പോയി. എന്താന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന ആ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള പോലീസുകാരുണ്ടല്ലോ, അവനായിരുന്നു. ഇയാളെ വിടുന്നില്ല, കാലിൽ തന്നെ പിടിച്ചു വെച്ചേക്കാണ്. അത് കാരണം അയാൾ ഒരു കത്തി അങ്ങനെ എടുത്തിട്ട് പാവ ആ ഒരു പോലീസുകാരന്റെ കൈ ഉണ്ടല്ലോ അത് വെട്ടി 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 മുറിക്കും. അപ്പോൾ നവീൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഷാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഇപ്പോ ഹീറോ കുട്ടികളെ കൊണ്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ മുടിയനപ്പൂവൻ ആ പോലീസുകാരന്റെ കൈ വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് ഒന്ന് അമ്പ് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോ ഒരു വാട്ടർ ക്യാൻ എടുത്ത് അയാളുടെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് ഓടി വന്നിട്ട് അയാളെ പിടിച്ചു വെക്കുന്നതും അയാളിപ്പോ ആ ഒരു അമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ റെയിനിയുടെ കാലിലേക്ക് അമ്പ് കൊള്ളുന്നതും അവള് താഴെ വീഴുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ കാല് വയ്യാത്ത, അവനിപ്പോ റെയിനിയെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു 10-25 മിനിറ്റ് അത്രയും നേരം നിർത്താതെ ഫൈറ്റാണ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ വിശദീകരിച്ച് തരണമെന്ന് അറിയത്തില്ല. കാരണം കൊറിയോഗ്രാഫി ഇതെങ്ങനെയാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് നമുക്ക് സംശയം വരും. അതുപോലെയാണ് ഓരോ ഫൈറ്റും എടുത്തു വെച്ചേക്കുന്നത്, ക്യാമറ വർക്കും എല്ലാം. ഇപ്പൊ റിവ്യൂ പറയുന്നത് പോലെയായി. ഓക്കെ, അങ്ങനെ ആ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അതിനിടയിൽ ഒരു ടെസ്റ്റും കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മുട്ടത്തലയനുണ്ടല്ലോ അവന്റെ അച്ഛനെ കൊന്ന പ്രതികാരം തീർക്കാൻ വേണ്ടി, അതും ഷാനിനെയും ആ അമ്പ ചെയ്യുന്ന വില്ലനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുട്ടത്തലേൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും നവീനും ഉണ്ട്. അപ്പോൾ മുട്ടത്തലേനെ ഇവരോട് 4 പേരോടും ദേഷ്യമുണ്ട്. അതുകൊണ്ട് മുട്ടത്തലേൻ ഇവരെ 4 പേരെ ഇടിക്കുന്നു. ഇവർ 4 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു. ഇപ്പൊ 5 പേര് തമ്മിലുള്ള ഫൈറ്റ്, ഈ 2 പേര് തമ്മിലുള്ള ഫൈറ്റ് പിന്നെ നമുക്ക് നോക്കാം. കാരണം 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു 5 പേര് അതെങ്ങനെയാണെന്നാണ് ഇവരെ എടുത്തു വെച്ചേക്കുന്ന രീതി. അയ്യോ, കിളി പറന്നു ആ ഒരു ഫൈറ്റ് കണ്ട് തീരുമ്പോൾ. അതുപോലെയാണ് ആ ഒരു ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഓരോ സിനിമ എങ്ങനെ വിശദീകരിക്കാനെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ നവീനും ആ ഒരു മുടിയനപ്പൂവനും പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് അവര് രണ്ടുപേരും താഴെ കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ മുകളിലാണെങ്കിലും നമ്മുടെ ഹീറോ, മൊട്ട, പിന്നെ ഷാൻ, ഇവര് 3 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഒരവസരത്തിൽ നമ്മുടെ ഹീറോയെ അടിച്ചു കളഞ്ഞ് ഇപ്പൊ ഷാനും മൊട്ടത്തലേനും ഫൈറ്റ് ചെയ്തിട്ട് അവസാനം നമ്മുടെ മൊട്ടത്തലേനെ ഷാൻ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. കൊല്ലാനായിട്ട് കുറച്ച് പാടുപെടുന്നുണ്ട്, എന്നാലും മൊട്ടത്തലേനെ അവസാനം ഷാൻ കൊല്ലുന്നുണ്ട്. ഇപ്പൊ ഇവിടെ താഴെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുടിയനും നവീനും ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരു ഏണിയെല്ലാം എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ നവീനുണ്ടല്ലോ അവനെ കത്തി ഉപയോഗിച്ചിട്ട് 2-3 തവണ ആ മുടിയൻ വില്ലനുണ്ടല്ലോ അവൻ വെട്ടുന്നുണ്ട്. വെട്ടുകൊള്ളുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ മുടിയൻ വില്ലന്റെ ദേഹത്താണ് നവീന്റെ ഭാര്യ മാറ്റി ഉണ്ടല്ലോ അവളുടെ ആ ഒരു വിവാഹമോതിരം അത് കിടക്കുന്നത്. അതാ ഒരു വില്ലനെടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്, ദേ ഇതല്ലേ നിന്റെ ഭാര്യയുടെന്നും പറഞ്ഞ്. ഇതുകൂടിയാവുന്നത് നമ്മുടെ നവീന് നല്ല ദേഷ്യം വന്ന് ഇയാളോട് തിരിച്ച് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് അവസാനം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ഇപ്പൊ മരിക്കുന്നതിന് മുന്നേ നമ്മുടെ നവീൻ അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം ഊരി വാങ്ങുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മുടിയനപ്പൂവനാണെങ്കിൽ നവീന്റെ ദേഹത്തേക്ക് കത്തി കുത്തി ഇറക്കി നവീനെയും കൊല്ലുന്നു. നവീനാണെങ്കിൽ അയാളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് അയാളെയും കൊല്ലുന്നുണ്ട്. ഈ ഒരു മോതിരം കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്റെ ഭാര്യ മരിച്ചെന്ന് മനസ്സിലായി. അതുപോലെ അവസാനമായിട്ടുള്ള ആ ഒരു മോതിരം ഉണ്ടല്ലോ അത് കിട്ടിയ സന്തോഷത്തിലാണ് നവീൻ അവിടെ വെച്ച് മരിക്കുന്നത്. പാവം. ഇപ്പൊ ഇതേ സമയം മുകളിൽ ഷാൻ ഉണ്ടല്ലോ അവനിപ്പോ ഹീറോയെ അടിച്ചിട്ടിട്ട് നേരെ പോകുന്നത് ആ ഒരു കുട്ടികളുടെ അടുത്തേക്ക്. അവര് രണ്ടുപേരും ആ ഒരു മുറിഞ്ഞ കാല് വെച്ച് നടന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ട് റെയിനിയുടെ കാലിൽ നിന്നും ആ ഒരു അമ്പുണ്ടല്ലോ അത് വലിച്ചൊടിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവർ രണ്ടുപേരും മുകളിലേക്ക് പോകുന്നത്. പക്ഷെ ഇവര് രണ്ടുപേരും ഒളിച്ചു വന്നിരിക്കുന്ന സ്ഥലം അത് ഷാനിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഇവര് നടന്നു വരുന്ന വഴിക്ക് ആ ഒരു രക്തം എല്ലായിടത്തും വീഴുന്നല്ലോ. അത് ഫോളോ ചെയ്ത് ഷാൻ അവസാനം വന്ന് നമ്മുടെ റെയിനി അങ്ങനെ പിടിച്ചിട്ട് വലിച്ചെടുത്ത് അവളെ താഴേക്ക് കൊണ്ടുവന്ന് കൊല്ലാൻ പോവാണ്. ഇതേ സമയം ഹീറോ മുകളിലേക്ക് വന്ന് റെയിനിയുടെ മുകളിൽ കൈ വെക്കുന്നത് കാണുന്നതും അങ്ങനെ ഓടി വന്നിട്ട് ഷാനിനെയും പിടിച്ച് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ 2 പേരും താഴേക്ക് വന്ന് വീഴുന്നതോ അവിടെ വെച്ചിരിക്കുന്ന സൈക്കിളുകളുടെ മുകളിലേക്ക്. എന്നിട്ട് എന്താണ് 2 പേര് എഴുന്നേറ്റ് നിന്ന് ആ വില്ലൻ പറയും, ഇതാണ് നിന്റെ വിധി എന്നും പറഞ്ഞിട്ട് ഇവര് 2 പേരും സൈക്കിൾ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സൈക്കിൾ വെച്ചിട്ട് വേറെ ലെവലിൽ കുറെ നേരം അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം നമ്മുടെ ഹീറോയെ അടിച്ച് താഴേക്കിടുന്നതും ഹീറോയുടെ കയ്യിൽ ആ ഒരു സൈക്കിളിന്റെ പെഡലുണ്ടല്ലോ അത് കെട്ടുന്നുണ്ട്. നവീന്റെ കയ്യിലാണെങ്കിൽ അതിന്റെ ചെയിനും. അങ്ങനെ ഇത് വെച്ചിട്ട് 2 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു പെഡൽ വെച്ച് ഷാനിന്റെ കാലി അടിച്ചങ്ങോടിക്കും. ഇപ്പൊ ഷാനാണെങ്കിൽ ആ ഒരു ചെയിൻ വെച്ചിട്ട് ഹീറോയുടെ കഴുത്തിലേക്ക് ഇട്ട് ഹീറോയെ കഴുത്തി ഞെരിച്ച് കൊല്ലാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു ചെയിൻ അങ്ങനെ പിടിച്ചു വാങ്ങി ഷാനിന്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് അവനെ അങ്ങനെ പിടിച്ചു വെച്ച് പൊക്കിയെടുത്ത് ഒരു ഒറ്റയടി അങ്ങനെ താഴെ വീണ ഷാനിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവന്റെ മുകളിലേക്ക് വന്നിരുന്നിട്ട് ഷാനിനെ നല്ലതുപോലെ അടിക്കും. ഇടിച്ചിടിച്ച് അവസാനം
നമ്മുടെ റെയിനിയും ആ ഒരു ചെറിയ പയ്യനും താഴേക്ക് വന്ന് റെയിനി ഇപ്പൊ അവളുടെ അച്ഛനെ വിളിക്കും. അച്ഛാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് ഹീറോയെ പിടിക്കുമ്പോൾ ഹീറോ ഒരു കുഴപ്പമില്ലാതെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോ മയങ്ങി അങ്ങ് താഴേക്ക് വീഴാണ്. കാരണം വേറെ ഒന്നുമല്ല, അതുപോലെയുള്ള അടിയാണല്ലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത്. അതുകൊണ്ട് റെയിനി ഹീറോ എത്ര വിളിച്ചിട്ട് അവ എഴുന്നേൽക്കുന്നില്ല. ഇപ്പൊ ഷാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് റെയിനിയെ പിടിച്ചടിക്കുന്നതും ഈ ശബ്ദം കേൾക്കുന്ന ഹീറോ ചാടി എഴുന്നേറ്റ് റെയിനിക്ക് അടി കൊള്ളാതിരിക്കാൻ വേണ്ടി അവളുടെ മുകളിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഷാൻ ഇടിക്കുന്നതോ നമ്മുടെ ഹീറോയുടെ കഴുത്തിലേക്ക്. അത് 2-3 തവണ ഇടിച്ചിടിച്ച് ഇത് കണ്ട ആ ഒരു ചെറിയ പയ്യൻ ഓടി വന്നിട്ട് ഷാനെ പിടിച്ചങ്ങ് ദൂരേക്ക് കളയും. അപ്പോഴാണെങ്കിലോ ഇത്ര ഇടി കൂടി കൊണ്ടതുകൊണ്ട് ഹീറോ താഴെ വീഴുന്നതും ഇപ്പോൾ ഷാൻ വീണ്ടും എഴുന്നേൽക്കാണ്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ റെയിലെയും ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, ഇവര് രണ്ടുപേരും എഴുന്നേറ്റ്. ഇവര് രണ്ടുപേരും ഷാനിനേക്കാൾ ചെറുതാണ്. എന്നാലും നമ്മുടെ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൈ പിടിച്ചങ്ങനെ നിൽക്കും. അപ്പോഴാണ് ഷാൻ ഇവരെ നോക്കിയിട്ട്, ഇല്ല ഇനി എനിക്ക് സമയമില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണം, എന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇവന്റെ കിളിയൊക്കെ പോയെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവരെയൊന്നും ചെയ്യാതെ അവൻ അങ്ങനെ നടന്ന് കുറച്ച് മുന്നിലേക്ക് പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ തന്നെ രക്തം ഒരുപാട് ഛർദ്ദിച്ച്. കാരണം അമ്മാതിരി ഇടി നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷാനും മരിച്ച് താഴെ വന്ന് വീഴുന്നു. ഇപ്പൊ റെയിനിയാണെങ്കിലോ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയുടെ മുകളിലേക്ക് കിടന്ന് അച്ഛ എഴുന്നേൽക്കുന്ന പറഞ്ഞിട്ട് അവള് കരയുന്നുണ്ട്. ഹീറോ മരിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ എന്തായാലും മരിച്ചിട്ടില്ല. ഇപ്പോ നവീന്റെയും അവന്റെ ഭാര്യയുടെ ആ ഒരു വിവാഹ മോതിരമുണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് കെട്ടിയിട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുന്നു. അതേപോലെ തന്നെ ആ കടൽ തീരത്ത് നവീന്റെ ചിതാഭസ്മം ഉണ്ടല്ലോ, അത് പറത്തി വിടുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇവര് രണ്ടുപേരും ആ ഒരു സെല്ലിലിരിക്കുമ്പോഴത്തേക്കും നവീൻ ചോദിച്ചിരുന്നു ഹീറോയുടെ പേരെന്താണെന്ന്. അപ്പോ വാങ് വി എന്നുള്ള ആ ഒരു പേര് നവീൻ എഴുതി കാണിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹീറോ വ്യക്തമായിട്ട് ആരായിരുന്നു, ഇതിന് മുന്നേ ആരായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ നവീന്റെ ആത്മാവും നല്ല സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ പോലീസുകാരി ഉണ്ടല്ലോ, അവര് മരിച്ചിട്ടില്ല, അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ആ ഒരു കൈക്ക് മാത്രമേ പരിക്കുള്ളൂ. അപ്പോഴാണ് നമ്മുടെ റെയിനി ഹീറോയോട് ചോദിക്കുന്നത്, അല്ല അച്ഛൻ ആരായിരുന്നു ഇതിനു മുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ റെയിനി ആ ഒരു കടൽ തീരത്തേക്ക് പിടിച്ചെടുത്തിട്ട് ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്റെ അമ്മയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ എന്ന് പറയുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു അടുത്ത പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹീറോയുടെ ചരിത്രം എന്തായിരുന്നു, ഹീറോ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോറി എന്തായാലും ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മൂവി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ എന്തായാലും ഈ ഒരു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.